ചില പാത്രങ്ങളെ കർത്താവ് സ്വർഗീയമായത് കൊണ്ട് ഇന്ന് പകൽ നിറയ്ക്കും. சில பாத்திரங்களை இந்த பிற்பகல் கர்த்தர் பரலோகத்துக்குரியதனால நிரப்ப போகிறார். ആമേൻ. ഹയർ റിലത്തിന്റെ ഒരു മൂവിങ് ഇതിനകത്ത് കർത്താവ് തുറന്നു തരികയാണ്. ஆமென். ஒரு ஹையர் ரெலத்தினுடைய மூவிங் இந்த பிற்பகல் ஆவியானவர் இந்த இடத்திலே திறந்து தருகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, ഇന്ന് എത്ര പേർ പുതിയതിനെ പ്രാപിച്ചു മടങ്ങി പോകാൻ റെഡി ആയിരിക്കുന്നു? ஓ, இன்றைக்கு எத்தனை பேர் புதியவைகளை பெற்றுக்கொண்டு திரும்பி போக ஆயத்தமாக இருக்கிறீங்க? ആമേൻ. 2 Corinthians chapter 3 അകത്ത് പൗലോസ് ഇങ്ങനെ പറയുക. 2 കൊരിന്ത്യർ 3-ാമത് അധികാരത്തിൽ പൗൽ ഇവിധமாக சொல்கிறார். അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല. எங்களால் ஏதாகிலும் ஆகும் என்பது போல ஒன்றை யோசிக்கிறதற்கு நாங்கள் எங்களாலே தகுதியானவர்கள் அல்ல. எங்களுடைய தகுதி தேவனால் உண்டாயிருக்கிறது. ഓ, നോക്കിയേ, ഞങ്ങളിൽ നിന്ന് വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ஆமென். எங்களால் ஏதாகிலும் ஆகும் என்பது போல ஒன்றை யோசிக்கிறதற்கு நாங்கள் எங்களாலே தகுதியுள்ளவர்கள் அல்ல. എന്ന് വെച്ചാൽ എനിക്ക് സ്വയമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പൗലോസ് അവിടെ പറയാൻ, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല. ஆமென். பாருங்க, இந்த இடத்துல பவுல் என்ன சொல்கிறார்? எங்களாலே ஏதாகிலும் ஆகும் என்று சொல்லி சிந்திக்க எங்களுக்கு தகுதி எதுவுமே இல்லை. ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞങ്ങളിൽ നിന്ന് വരും പോലെ സ്വയമായി ചിലത് ചെയ്യുവാൻ സങ്കല്പിക്കുവാനുള്ള പ്രാപ്തി, ആ യോഗ്യത ഞങ്ങൾക്കില്ല. ஆமென். எங்களால் ஏதாகிலும் ஆகும் என்பது போல ஒன்றை யோசிப்பதற்கான ஆமென் ஒரு தகுதி எங்களில் இல்லை என்று பவுல் சொல்கிறார். ആ പ്രാപ്തി എന്ന പദത്തിന്റെ ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത് ഹിക്കാനോട്ടസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ஆமென். அந்த தகுதி என்பதற்கு கிரேக்க மொழியிலே ஹிக்கானோட்டஸ் என்றதான ஒரு வார்த்தை சொல்லப்பட்டிருக்கு. ഹിക്കാനോട്ടസ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം സ്വയമായി ചെയ്യുവാനുള്ള കഴിവ്, സഫിഷ്യന്റ് എബിലിറ്റി, എന്തെങ്കിലും ചെയ്യുവാനുള്ള കഴിവിനാണ് ഹിക്കാനോട്ടസ് എന്ന് പറയുന്നത്. ஹிக்கானோட்டோஸ் என்றதான வார்த்தையினுடைய அர்த்தம் இதுவே, சுயமாக எதையாவது செய்யக்கூடியதான தன்மை. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എനിക്ക് അതിനെ ജയിക്കുവാൻ കഴിയും, എനിക്ക് അതിനെ പ്രാപിക്കുവാൻ കഴിയും, എനിക്ക് അതിനെ പ്രയത്നിച്ച് അതിലേക്ക് കയറുവാൻ കഴിയും. ഇങ്ങനെ സ്വയമായി ചെയ്യുവാൻ കഴിയുന്നതിനാണ് ഹിക്കാനോട്ടസ് എന്ന് പറയുന്നത്. ஆமென். நீங்க சொல்றீங்க, என்னால் அது ஜெயிக்க முடியும், என்னால் அது செய்ய முடியும், என்னால் அதை பெற்றுக்கொள்ள முடியும். இவ்விதமாக உங்களுடைய தன்மை, உங்களுடைய தகுதியை நீங்கள் நம்பும்போது அந்த வார்த்தை தான் ஹிக்கானோட்டஸ். ഹല്ലേലൂയ. പക്ഷേ പൗലോസുടെ പറയാ, അങ്ങനെ ഹിക്കാനോട്ടസ് അത് ചെയ്യുവാനുള്ള പ്രാപ്തി, ആ എബിലിറ്റി, ആ കഴിവ് ഞങ്ങൾക്കില്ല. ஆனால் பவுல் இந்த இடத்துல சொல்வது, இவ்விதமாக சுயமாக ஏதாவது ஒன்றை செய்யக்கூடியதான ஹிக்கானோட்டஸ், அந்த தகுதி, அந்த வல்லமை, ஆமென், அது எங்களுக்கு இல்லை. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് അവിടം കൊണ്ട് നിർത്തിയില്ല. അടുത്ത വേർഡ് പറയാ, ബട്ട് അവർ സഫിഷ്യൻസി ഈസ് ഓഫ് God. അത് ദൈവത്തിൽ നിന്ന്, ഈസ് ഫ്രം God. അത് ദൈവത്തിന്റെ ദാനമത്രേ, ദൈവത്തിൽ നിന്ന് വരുന്നതത്രേ. ஆனால் பவுல் அந்த இடத்தில் முடிக்கவில்லை. பவுல் விதமாக சொல்கிறார், எங்களுடைய தகுதி தேவனால் உண்டாயிருக்கிறது, அது தேவனிடத்தில் இருந்து வருகிறது. ഇന്ന് ക്രൈസ്റ്റ് ജനറേഷന് ഒന്നിനെ ഞങ്ങൾ കൈമാറുകയാ. നിങ്ങളുടെ മാനുഷിക എബിലിറ്റി നോക്കിയാൽ ചിലതിനെ ജയിക്കുവാൻ കഴിയത്തില്ല, ചിലതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല, ചിലതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് സ്വർഗം വേർഡ് നിങ്ങൾക്ക് കൈമാറുകയാ. അതിനെ ജയിക്കുവാൻ, അതിനെ അച്ചീവ് ചെയ്യുവാൻ, അതിനെ പ്രാപിക്കുവാനുള്ള സഫിഷ്യൻസി, ആ പ്രാപ്തി, അത് ദൈവത്തിൽ നിന്ന് സ്വർഗം നിങ്ങൾക്ക് കൈമാറുകയാ. ஆமென். அன்பான கிரைஸ்ட் ஜெனரேஷன், இந்த பிற்பகல் உங்களுடைய தன்மை பார்த்தால், உங்களுடைய எபிலிட்டி பார்த்தால், உங்களுக்கு சுயமாகவே சிலதை மேற்கொள்ள, சுயமாகவே சிலதை சால்வ் பண்ண முடிவதில்லை. ஆனால் இந்த இடத்தில் வார்த்தை சொல்வது போலவே எங்களுடைய தகுதி அது தேவனிடத்தில் இருந்து வருகிறது. ഹല്ലേലൂയ. അത് ഈ പ്രതലത്തിന്റെ ശക്തിയല്ല, അത് ഉയരത്തിന്റെ ശക്തിയാകയാൽ, ஆமென், அது இம்மைக்குரிய வல்லமை அல்ல, உயரத்தினுடைய வல்லமையாகையால், പ്രതലത്തിൽ നിന്നുള്ള ഫോഴ്സ് അല്ല, ഓ ഹയർ ഇലത്തിൽ നിന്നുള്ള ഒരു ശക്തിയാകയാൽ, அது பூமியில் நின்றுள்ள ஒரு வல்லமை அல்ல, அது உயரத்தில் நின்றுள்ள ஒரு வல்லமையானது. ഇന്ന് ക്രൈസ്റ്റ് ജനറേഷൻ ഹയർ ഇലത്തിലേക്ക് എൻട്രായവർ പറഞ്ഞ, എനിക്കൊരു സഫിഷ്യൻസി, എൻ്റെ മേൽ വരുന്നൊരു പ്രാപ്തി
ഉണ്ട്. അത് പ്രതലത്തിന്റെ ശക്തിയല്ല, അത് ഭൗമികമായിട്ടുള്ളതല്ല, മറിച്ച് ഹയർ ഇലത്തിൽ നിന്ന്, യാഹുവേൽ നിന്ന് പുറപ്പെടുന്ന ഒന്ന്. ആമേൻ. அது உன்னதங்களில் நின்று வருகிறதான ஒரு எபிலிட்டி, தன்மையானதனால் இந்த பிற்பகல் கிரைஸ்ட் ஜெனரேஷன் சொல்லுங்க, என் மேல் ஒரு தகுதி இருக்கிறது. அது பூமியில் நின்று வருவதல்ல, இந்த உலகத்தில் நின்று வருவதல்ல, ഉന്നതത്തിൽ നിന്ന് വരുகிறதான ഒരു തകുതി. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രൊഫറ്റിക്കൽ വേർഡിനെ ഞങ്ങൾ കൈമാറുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്? എന്തായിരുന്നു അസാധ്യമായിരുന്നത്? എന്താണോ നിങ്ങളുടെ പണബലം കൊണ്ട്, നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ കഴിവ് കൊണ്ട് സാധിക്കാത്തത്? ആ അസാധ്യം ഇന്നു പകൽ ദൈവത്തിന്റെ കഴിവിനാൽ, ദൈവത്തിന്റെ എബിലിറ്റിയാൽ, യാഹുവയുടെ എബിലിറ്റിയാൽ ഇന്നു പകൽ അത് സാധ്യമായി മാറുകയാണ്. ആമേൻ. அப்படி என்றால் துவக்கத்திலே கிரைஸ்ட் ஜெனரேஷன் ஏது உங்களுடைய பணபலத்தினாலே, ஏது உங்களுடைய சுய தன்மையினாலே, சுய பலத்தினாலே, சுய ஞானத்தினாலே முடியாமல் இருந்ததோ, அது உன்னதத்தில் நின்று வருகிற தேவனுடைய தகுதியினாலே நீங்கள் அதிசயமாக அதை பெற்றுக்கொள்ள அதை சோல்வ் பண்ண போகிறீர்கள். ഇന്ന് ചിലരുടെ ലൈഫ് സ്റ്റൈൽ അസാധാരണമായ രീതിയിൽ ഒരു ടേണിംഗിലേക്ക് തിരിയാൻ പോകുകയാണ്. இன்னைக்கு சில நபர்களுடைய வாழ்க்கை நிலவரங்கள் அசாதாரணமான சில டேர்னிங்குள்ள திரும்புகிறது. ഞങ്ങൾ അതിനെ ഇങ്ങനെ പ്രവചിക്കുന്നു, ഒരു ഇടുങ്ങിയ ആ വഴിയിൽ നിന്ന്, ഇടുങ്ങിയ വഴിയിൽ നിന്ന് അത് ടേൺ ചെയ്ത് ഒരു മെഗാ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന തരത്തിൽ അത് ടേൺ ചെയ്യാൻ പോകുകയാണ്. அது நெருக்கமான இடுக்கமான ஒரு வழியில் நின்று ஒரு மெகா ஹைவேக்கு நேராக டேர்ன் ஆவது போல் இந்த பிற்பகல் சில திருப்புகள் நடக்கிறது. ഇന്നൊരു ടേണിംഗിന്റെ അഭിഷേകം, ഒരു ടേണിംഗിന്റെ അഭിഷേകം ചിലരുടെ മേൽ അതിശക്തമായി വ്യാപരിക്കും. അതിനെ പിടിക്കാൻ റെഡി ആയിട്ടുള്ളവർ, അതിനെ പ്രാപിക്കാൻ റെഡി ആയിട്ടുള്ളവർ, get ready in the name of Jesus. Yes Lord. இன்னைக்கு சில டேர்னிங்கினுடைய அபிஷேகம், சில திரும்புதலினுடைய அபிஷேகம், அதை பெற்றுக்கொள்ள ஆயத்தமானவர்கள் இந்த பிற்பகல் அதை பெற்றுக்கொள்ளுங்கள். ഇതുവരെ നീ ഒരു ഇടുക്കമുള്ള വഴിയിലൂടെയാണ് നടന്നതെങ്കിൽ, இதுவரைக்கும் நீ நெருக்கமான ஒரு കഷ്ടിച്ചുള്ള ഒരു ലൈഫ് ആയിരുന്നെങ്കിൽ, ஆமென், கன்ஃபியூஷன் உள்ள ஒரு வாழ்க்கை என்று சொன்னார், ഇന്ന് പകൽ നിന്റെ മേൽ ഒരു അനോയിന്റിംഗ് വീഴാൻ പോകുകയാണ്. இந்த பிற்பகல் உன் மேல் ஒரு அபிஷேகம் விழுகிறது. അതെന്താണെന്നറിയാവോ? ഹൈവേയിലേക്ക്, ஆமென். அது என்ன தெரியுமா? ஒரு ഹൈവേയിലേക്ക് തിരിയുന്ന ഒരു അഭിഷേകം, ஒரு ஹைவேக்கு நேராக திரும்புகிறதான ஒரு அபிஷேகம், ഹൈവേയിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അനോയിന്റിംഗ്, ஹைவே வழியாக மூவ் பண்ணக்கூடியதான ஒரு അവിടെ அபிஷேகம், വേഗത കൂട്ടുന്ന ഒരു അഭിഷേകം, அங்க வேகம் கூட்டுகிறதான ஒரு அபிஷேகம், അവിടെ നിന്റെ സ്പീഡിനെ വർദ്ധിപ്പിക്കുന്ന ഒരു അനോയിന്റിംഗ്, அங்கே உன்னுடைய ஸ்பீடை பெருக பண்ணுகிறதான ஒரு ഇത് அபிஷேகம். ആരുടെ മേലെ കത്തുന്നു? You can receive it. இந்த பிற்பகல் யார் மேலாமோ இந்த வார்த்தை பற்றி எரிகிறது, அவர்கள் இதை பெற்றுக்கொள்ளுங்க. നിന്റെ പ്രാപ്തിക്കനുസരിച്ച്, உன்னுடைய தகுதிக்கேற்றபடி, നിന്റെ കഴിവിനനുസരിച്ച് உன்னுடைய தகுதிக்கேற்றபடி നീ ഇത്രത്തോളം വന്നു. நீ இதுவரைக்கும் வந்த, ഇത്രത്തോളം വന്നു. இதுவரைக்கும் நீ வந்த. But word says, ஆனால் வார்த்தை but சொல்கிறது, our sufficiency is of God. எங்களுடைய தகுதி அது தேவனிடத்தில் இருந்து. നിന്റെ പ്രാപ്തിയെ മറികടക്കുന്ന ഒരു ഹയർ റിലം സഫിഷ്യൻസി, உன்னுடைய தகுதியை மேற்கொள்கிறதான ஒரு ഉന്നതமான തകുതി, നിന്റെ പ്രാപ്തിയെ മറികടക്കുന്ന ഒരു ഹയർ ഇലത്തിന്റെ സഫിഷ്യൻസി ഇന്നതെനിക്ക് വേണം, എനിക്കത് വേണമെന്ന് കൊതിക്കുന്നവരുടെ മേൽ സ്വർഗ്ഗം അതിനെ റിലീസ് ചെയ്യുകയാണ്. உன்னுடைய சுய தகுதியை மேற்கொள்கிறதான ஒரு ஹையர் எல்லாம் உன்னதமான ஒரு சஃபிஷியன்சி அது வேண்டும் என்று வாஞ்சிக்கிறவர்கள் மேல் இந்த ஆரம்பத்திலேயே அந்த சஃபிஷியன்சி வெளிப்படுகிறது. ഞാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഞാൻ പരിശുദ്ധാവിയാനുடைய കരങ്ങൾക്ക് ഹാൻഡ് ഓവർ பண்ணுகிறேன். ഈ വേർഡ് ഇപ്പോൾ ഇതിനകത്ത് വെളിപ്പെടും. இந்த வார்த்தை இப்பொழுது இந்த இடத்துல வெளிப்படும். ഇതിനെ നിന്നെ തിരിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെടും. இப்பொழுதே உங்களை திருப்புகிறதான ஒரு அபிஷேகம் இந்த வார்த்தை வழியாக வெளிப்படும். അത് നീ എത്ര ബലഹീനനാണെങ്കിലും, அது நீங்கள் எவ்வளவு பலவீனர்களானாலும், എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും, எவ்வளவு தகுதி இல்லாத நபர் ஆனாலும், എത്ര ബലഹീനനായ വ്യക്തിയാണെങ്കിലും, நீங்கள் எவ்வளவு பலவீனனான நபர் ஆனாலும், ഉയരത്തിൽ നിന്നൊന്ന് നിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരികയാണ്. உயரத்தில் நின்று ஒன்று உங்கள் மேல் இப்பொழுதே ഇറങ്ങി வருகிறது. നിനക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായി, உங்களால தாங்க முடிவதற்கும் அப்பாற்பட்டு ഉയരത്തിൽ നിന്നൊന്ന് നിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരികയാണ്. உயரத்தில் நின்று ஒன்று உங்கள் மேல் இறங்கி வருகிறது. നിന്റെ അവസ്ഥയെ തിരിക്കുന്ന ഒന്ന്,
ഓ ഉങ്ങളുടെ സൂழ்நிலைகளை திருப்புகிற ஒன்று, നിന്റെ നിലവാരത്തെ ചേഞ്ച് ചെയ്യുന്ന ഒന്ന്, உன்னுடைய வாழ்க்கை நிலவாரத்தை சேஞ்ச் பண்ணுகிற ஒன்று, അത് നിന്റെ ബലത്തെ വർദ്ധിപ്പിക്കും. ஓ அது உன்னுடைய பலத்தை அதிகரிக்க பண்ணும், അത് നിന്റെ നിറവിനെ വർദ്ധിപ്പിക്കും. ஓ அது உன்னுடைய நிறைவுகளை பெருக பண்ணும், അത് നിന്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. ஓ அது உன்னுடைய அபிஷேகத்தை பெருக பண்ணும். ഓ എത്ര പേർ റെഡിയാണ് സ്വർഗത്തിൽ നിന്ന് വീഴുന്ന നിറവിനെ പ്രാപിക്കാൻ? ஓ எத்தனை பேர் ரெடியா இருக்கிறீங்க பரலோகத்தில் நின்று விழுகிறதான் அந்த நிறைவை பெற்றுக்கொள்ளும்படியாக? ஜீசஸ் ஹalleluya. ஓ இந்த பிற்பகல் யாருடைய எல்லாமோ சுய தன்மை மாறி ஒரு பரலோக தன்மை இந்த பிற்பகல் யார் மீது எல்லாமோ விழுகிறது. ஓ சுயபலத்தில் ஓடி சோர்ந்தவர்கள், சுய ஞானத்தை சார்ந்து தோற்று போனவர்கள் இந்த பிற்பகல் எத்தனை பேருக்கு சொல்ல முடியும், என்னுடைய தகுதி தேவனிடத்தில் இருந்து வருகிறது? ஓ அப்படி என்றால் இதுவரை காணாத சிலதை உங்களுடைய கண்கள் காண போகிறது. ஓ இதுவரை நீங்கள் பெற்றுக்கொள்ளாத சிலதை நீங்க பெற்றுக்கொள்ள போகிறது. ஆமென். ஆதலால் தான் மீனவன் ஆகிய பேதுரு நின்று கொண்டு இந்த முடவனை பார்த்து சொல்கிறது, பொன்னோ வெள்ளியோ என் கரத்தில் இல்லை, எனக்கு இருப்பதை உனக்கு தருகிறேன், நசரேயனாகிய இயேசுவின் நாமத்தில் எழும்பி நட. ஓ உயரத்தினுடைய தன்மை இந்த பிற்பகல் யாருடெல்லாமோ மேல் அதிகமாக விழுகிறது. ஓ இதுவரைக்கும் நீ உலகத்துக்கு கொடுத்ததல்ல, ஓ இதுவரைக்கும் நீ உலகத்துக்கு பகிர்ந்ததல்ல, ஹையர் நிலத்தில் இருக்கிற சிலதை இனி உலகத்துக்கு கொடுக்கிற அளவுக்கு இந்த பிற்பகல் இங்க சில பாத்திரங்கள் தெய்வீகமானதினால் நிரம்பி வழிகிறது. ദൈവമക്കളെ, ഇതിനകത്ത് ചിലരെ കർത്താവ് ഹ്യൂമൻ റിലത്തിൽ നിന്ന് ഹെവൻലി റിലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ദൈവ പിള്ളകളെ, இந்த இடக்குள் சில நபர்களை மானுഷികமான മണ്ഡലത്തിൽ നിന്ന് ദൈവികமான മണ്ഡലத்துக்கு ഷിഫ്റ്റ് பண்ணுகிறார். ഓക്കേ, പൗലോസ് പറയുന്ന വേർഡിനെ ശ്രദ്ധിച്ച്, സ്വയമായി ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല. പൗൽ சொல்வது கவனிங்க, எங்களால் ஏதாகிலும் ஆகும் என்பது போல் ஒன்றை யோசிக்கிறதற்கு நாங்கள் எங்களாலே தகுதியானவர்கள் அல்ல. ഇത് വേറെ ആരെഴുതിയാലും നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റും. ഇത് വേറെ എന്ത് നബർ എഴുതിനാലും നമുക്കത് അംഗീകരിക്കണം. പക്ഷെ പൗലോസിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ പൗലോസിനെ ഫോക്കസ് ചെയ്താൽ പൗലോസ് പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായി നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. എന്നാൽ പൗലെ പൊറുത്ത അളവുക്ക് നമുക്കൊരു വിഷയം തെരിയും, പൗൽ തകുതിയുള്ളതാണ് ഒരു മനുഷ്യൻ. കാരണം പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വകയുള്ള വ്യക്തിയാണ്. ആമേൻ. ஏனென்றால் பவுல் பிலிப்பியருக்கு எழுதின நிருபத்தில் விதமாக சொல்கிறது, மாம்சத்திலே சான்று கொள்ள, மாம்சத்தில் ஏதாவது ஆமேன் என்று சொல்ல எனக்கு தகுதி உள்ளவன். വെച്ചാൽ ജഡത്തിലും മാംസത്തിലും ആശ്രയിക്കാൻ വകയുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. ആമേൻ. பாருங்க, மாம்சத்தில் ஆமேன் தன்னுடைய சுயத்தை ஆமேன் சான்று கொள்ள தகுதியுள்ள ஒரு நபர் தான் பவுல். ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയാ, മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കത് അധികം. അമേൻ. பிலிப்பியருக்கு எழுதின நிருபம் 3வது அதிகாரம் 4வது வசனத்தில் அமேன் பவுல் இவ்விதமாக தான் சொல்கிறது, அமேன் மாம்சத்தின் மேல் நம்பிக்கை வைக்க வேண்டுமானால் அமேன் நானும் அமேன் நம்பிக்கை வைக்கலாம், வேற யாரை பார்க்கிலும் அமேன் என் மாம்சத்தில் நான் நம்பிக்கை வைக்க முடியும். 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയാ, കാരണം ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ വ്യക്തിയാണ്. 3வது அதிகாரம் 5வது வார்த்தையிலே சொல்கிறேன், நான் 8ஆம் நாளில் விருத்த சேதனம் அடைந்தவன். ഇസ്രായേൽ ജാതിക്കാരനാണ്, ഇസ്രായേൽ വംശത്താൻ, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ബെന്യാമിൻ ഗോത്രത്താൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, എബ്രായരിൽ പിറന്ന എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായ വ്യക്തിയാണ്, ന്യായപ്രമാണത്തിൻപടി പരിസേയൻ. ശുഷ്കാന്തി നോക്കിയാൽ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ആമേൻ. ഭക്തി വൈരാഗ്യത്തിൻപടി സഭയെ തുன்படுத்த, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനായ വ്യക്തിയാണ്. ന്യായപ്രമാണത്തെക്കുറിയ നീതിയെ കുറിച്ച് ആമേൻ ആമേൻ എല്ലാ വിധത്തിലെയും ന്യായപ്രമാണത്തെ വെച്ച് നോക്കിയാൽ പൗലോസിനെ പറയാൻ കഴിയുന്നത് പൗലോസിനെ ജഡത്തിൽ ആശ്രയിക്കാനും കഴിവുണ്ട്. அப்ப பாருங்க, நியாயப்பிரமாணத்தினுடைய நீதியை கணப்பிட்டு பார்க்கும்போது பவுலை பொறுத்த அளவுக்கு மாம்சத்தின் மேல் நம்பிக்கை வைக்க பவுலுக்கு முடியும். ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പൗരത്വമായ റോമ പൗരത്വമുള്ള വ്യക്തിയാണ് പൗലോസ്. அந்த காலத்தில் மிக சிறந்ததான அமேன் குடியிருப்பு என்று சொல்வது ரோம குடியிருப்பு. அமேன். அப்படிப்பட்டதான ரோமன் அமேன் அந்த குடியிருப்பு அமேன் சொந்தமாக்கி கொண்டவர். ആമേൻ. ഇസ്രായേൽ ജാതിയിൽപ്പെട്ട വ്യക്തിയും
പരിച്ഛേദനയുടെ നിയമം അനുസരിച്ച് 8-ാം ദിവസം തന്നെ പരിച്ഛേദനയേറ്റ വ്യക്തിയുമാണ്. பாருங்க, இஸ்ரவேல் வம்சத்தான். அது மட்டுமல்ல, 8ஆம் நாளிலேயே விருத்த சேதனம் ஏற்றுக்கொண்ட நபர். ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഇത്രയും സമ്പന്നനായ, ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു പൗലോസ്, റോമ പൗരനായിരുന്നു പൗലോസ്. അവൻ സഭയെ ഉപദ്രവിക്കുവാൻ തക്ക കഴിവുള്ളവനായിരുന്നു പൗലോസ്. ഈ വ്യക്തി പറയുക, സ്വയമായി സങ്കല്പിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനല്ല. அமேன். பாருங்க, மிக செல்வந்தனான ஒரு மனுஷன் பவுல் 8ஆம் நாளிலே விருத்த சேதனம் அடைந்த நபர், ரோமன் அமேன் குடியிருப்பு அமேன் நபர். பாருங்க, விதமாக எல்லா விதத்திலேயும் அமேன் மாம்சத்தில் நம்பிக்கை வைக்க முடிகிறதான பவுல் சொல்கிறது, அமேன் ஹல்லேலூயா, அமேன் எனக்கு மாம்சத்தில் அமேன் நாங்கள் நம்பிக்கை வைக்கிறோம். കാരണം പൗലോസിന്റെ മേൽ ലോകപ്രകാരമുള്ള പദവിയും പൊസിഷനും എല്ലാം പൗലോസിന്റെ മേലുണ്ട്. ஏனென்றால் உலக பிரகாரமான எல்லா பதவியும் பொசிஷனும் പൗൽ മേലെ ഇരിക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിൻ്റെ കഴിവ് അതിനകത്ത് പ്രയോജനപ്പെടത്തില്ല, ഈ ലോകത്തിൻ്റെ ശക്തി അതിനകത്ത് പ്രയോജനപ്പെടത്തില്ല. അതിന് ഉയരത്തിൽ നിന്നുള്ള ചിലത് നമ്മൾ പ്രാപിക്കേണ്ടി വരും. ஆமென். ஆனால் தேவ ராஜ்யத்துக்குள்ளே ஒருவன் நுழையும் போது இந்த உலகத்தினுடைய தகுதிகள், இந்த உலகத்தினுடைய தன்மை, பதவிகள் எதுவுமே செயல்படுவதில்லை. அதற்கு உன்னதத்தில் நின்று ஆமென் ஒரு தகுதியை நாம் பெற்றுக்கொள்ள வேண்டும். ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് കർത്താവ് പറഞ്ഞത്, തൻ്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. ஆதலால் தான் தன்னோடு கூட 3.5 ஆண்டுகள் நடந்த சிஷ்யர்களை பார்த்து இயேசுவானவர் சொல்கிறார், நீங்கள் உன்னதத்தில் நின்று அம்மேன் பலனை தரித்துக் கொள்ளும் மட்டும் நீங்கள் காத்திருக்க வேண்டும். ആമേൻ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് പറയുക, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നവരോട് പറഞ്ഞു. ஆமென். பாருங்க, லூக்கா சுவிசேஷம் 24வது அதிகாரம் 49வது வசனத்தில் இயேசுவானவர் சொல்கிறார், ஆமென், நீங்களோ உயரத்தில் நின்று பலன் தரித்துக்கொள்ளும் மட்டும் நீங்கள் காத்திருக்க வேண்டாம். യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അറിവ് മതി, இயேசுவை குறித்து பிரசங்கம் பண்ண அறிவு போதும். പക്ഷേ ചിലതിനെ കൈമാറണമെങ്കിൽ അറിവ് കൊണ്ട് പറ്റത്തില്ല, മറിച്ച് നമ്മുടെ മേൽ ചിലത് പകരപ്പെട്ടേ പറ്റത്തുള്ളൂ. ஆமென். ஆனால் சிலதை பகிர வேண்டும் என்று சொன்னால் அது அறிவினால் முடிவதில்லை, சிலது பகிரப்பட்டுதான் ஆக வேண்டும். ചില വിഷയങ്ങളെ ഡീൽ ചെയ്യണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചവർക്കേ പറ്റത്തുള്ളൂ. ஆமென். சில விஷயத்தை டீல் பண்ண வேண்டுமானால் உயரத்தில் உள்ள வல்லமை பெற்றுக்கொண்டவர்களால் மட்டுமே முடியும். ചിലരെ വീണ്ടെടുക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി പകരപ്പെട്ടേ പറ്റത്തുള്ളൂ. ஆமென். சில நபர்களை மீட்டுக்கொள்ள வேண்டுமானால் உயரத்தில் நின்று வல்லமை பெற்றுக்கொண்டுதான். എനിക്കറിയത്തില്ല, ഇന്ന് ക്രൈസ്റ്റ് ജനറേഷന്റെ മേൽ സ്വർഗം ഒരു ഹയർ റിലത്തെ തുറന്നു തരാൻ പോകുകയാ. ஆமென். எனக்கு தெரியாது, கிரைஸ்ட் ஜெனரேஷன் மேல் இன்றைக்கு ஒரு ஹையர் ரெலத்தை பரலோகம் தருகிறது. ഇതിനകത്ത് കേറിയവർ ഭാഗ്യവാന്മാർ, ഇവർ ഉയരത്തിലെ ശക്തി പ്രാപിച്ച് ഇന്ന് ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോകാൻ പോകുകയാ. ஆமென். இதுக்குள் ஏறியவர்கள் பாக்கியவான்கள். ஏனென்றால் உயரத்தில் நின்றுள்ள வல்லமையை பெற்றுக்கொண்டு நீங்க திரும்பி போக போகிறீங்க. ആമേൻ. ചില ദൈവികമായ അഭിഷേകത്തെ അതിനെ പകരുന്ന റിലീസ് ചെയ്യുന്നവരായി കർത്താവ് നിങ്ങളെ മടക്കി അയക്കാൻ പോകുകയാണ്. சில தெய்வீகமான அமேன் அபிஷேகத்தை அமேன் பகிரவர்களாக, ரிலீஸ் பண்ணுகிறவர்களாக உங்களை கத்த திருப்பி ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നവരാ, യേശുവോട് കൂടെ 3.5 ആണ്ടുകൾ നടന്നവർ. പക്ഷെ ആ എക്സ്പീരിയൻസ് പോരാ അടുത്ത തലത്തിലേക്ക് കയറാൻ. ஆனால் அந்த அனுபவம் போதாது அடுத்த ஒரு மண்டலத்துக்கு ஏற. യേശു ചെയ്ത ഈ അത്ഭുതങ്ങൾ കണ്ടവരാ, இயேசு செய்த அற்புதங்களை கண்டவர்கள், യേശു ചെയ്ത വീര്യപ്രവർത്തികളെ കണ്ടവരാ, இயேசு செய்த பலத்த கிரியைகளை கண்டவர்கள். പക്ഷെ ആ കണ്ടതും കേട്ടതും പോരാ. ആമേൻ. അടുത്ത റിലത്തിലേക്ക് കയറാൻ കർത്താവ് ഇന്ന് പറയുന്നു, ചിലത് എൻ്റെ മേൽ വീണേ പറ്റത്തുള്ളൂ, ചിലത് എൻ്റെ മേൽ പകരപ്പെട്ടേ പറ്റത്തുള്ളൂ. ஆமென். அல்லேலூயா. ஆனால் அடுத்த ஒரு ஆவிக்குரிய மண்டலத்துக்கு போக ஆமென் கண்டது கேட்டது போதாது. இந்த பிற்பகல் எத்தனை பேர் சொல்லுங்க, சிலது என் மேல் பகிரப்பட்டுதான் ஆக வேண்டும், என் மேல இன்னைக்கு சிலது விழுந்துதான் ஆக வேண்டும். ഇന്ന് പകൽ നിങ്ങളുടെ ഒരു ബ്ലെസ്ഡ് ഡേ ആണ്. എന്താണെന്നറിയോ? ഒരു സ്പിരിച്വൽ അപ്ഡേഷന്റെ ദിവസമാണ്. ஆமென். இந்த பிற்பகல் உங்களுடைய ஆசீர்வாதத்தினுடைய நாள் என்னன்னு தெரியுமா? இன்னைக்கு சில ஸ்பிரிச்சுவல் அப்டேஷனுடைய நாள். നിങ്ങൾ ഇപ്പോൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത്, ഏത് പ്രതലത്തിലാണോ നിൽക്കുന്നത്, അതിൽ നിന്ന് അടുത്ത റേഞ്ചിലേക്ക് കയറുന്ന ഒരു അപ്ഡേഷൻ, സ്പിരിച്വൽ അപ്ഡേഷൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോകുകയാണ്. ஆமென். இன்னைக்கு நீங்க எந்த மண்டலத்தில் நிற்கிறீர்களோ அதிலிருந்து அடுத்த ஒரு ஸ்பிரிச்சுவல் ரெலம், ஆவிக்குரிய மண்டலத்துக்கு ஏறுகிறதான ஒரு அப்டேஷன் இந்த நாளில் பரலோகம் உங்கள் மேல் செய்ய ഞാൻ പ്രവചിക്കുന്നു,
തിരിക്കുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ സ്വർഗം തിരിക്കുന്നു. ആറമേലൊക്കെയോ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആത്മാവിന്റെ ഒരു കൈമാറ്റം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇതിനകത്ത്. ஆமென் ஹalleluya. இந்த பிற்பகல் இங்கே சூழ்நிலைகளை கர்த்தர் திருப்புகிறார். யார் மீதெல்லாமோ ஆவியானவர் ஆமென் அந்த செயலை ஆரம்பித்து விட்டார். ഹല്ലേലൂയ ആമേൻ. ആറമേലൊക്കെ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആറമേലൊക്കെ ആത്മാവ് ക്രിയ ചെയ്യുന്നു. ആമേൻ. നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേൽ വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്തോ. ഇത് സാധാരണമായിട്ടുള്ളതല്ല, ഈ പ്രതലത്തിൽ നിന്നുള്ളതല്ല, ഭൗമികമായിട്ടുള്ളതല്ല. ഹയർ ഇല്ലത്തിന്റെ കൈമാറ്റങ്ങൾ സ്വർഗം ഇതിനകത്ത് തുടങ്ങാൻ പോകുകയാണ്. யார் மீதெல்லாமோ பரிசுத்த ஆவியானவர் ஏற்கனவே செயல்பட ஆரம்பித்து ஆமென் விட்டார். இந்த பிற்பகல் யாராவது உங்களுடைய சரீரத்தில் ஆமென் ஆவியானுடைய பிரசன்னத்தை வல்லமை அனுபவிக்கிறீர்கள் என்று சொன்னால் நீங்கள் ஆண்டவருடைய கரத்தில் ஒப்பு கொடுத்து விடுங்க. ஏனென்றால் இது இம்மைக்குரியதான ஒன்றல்ல, அது ஹையர் ரெலத்தில் நின்று உன்னத மண்டலத்தில் நின்று உங்கள் மேல் பகிரப்படுகிற சில வல்லமை. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനത സ്വർഗ്ഗത്തിന് അറിയാം. நம்முடைய பலவீனம் பரலோகத்துக்கு தெரியும். നമ്മുടെ കഴിവുകേടുകൾ സ്വർഗ്ഗത്തിന് അറിയാം. நம்முடைய தகுதி குறைவுகள் பரலோகத்துக்கு നമ്മുടെ தெரியும். കുറവുകൾ സ്വർഗ്ഗത്തിന് നന്നായി അറിയാം. நம்முடைய കുறைവുകൾ പരലോകத்துக்கு தெரியும். നമ്മുടെ ബലഹീന സ്വഭാവം യേശുവിന് നന്നായിട്ട് അറിയാം. நம்முடைய பலவீன சுபாவம் இயேசுவுக்கு நன்றாக தெரியும். പത്രോസ്, നീ ആരാണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. പേതുരുവേ, നീ யார் என்று சொல்லி இயேசுவுக்கு நன்றாக தெரியும். യൂദാ, നീ ഒറ്റിക്കൊടുക്കാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. യൂദാ, നീ കാട്ടിക്കൊടുക്ക പോകുகிறார் என்று சொல்லி ആമേൻ ഞാൻ അറിയുகிறேன். ആമേൻ. കർത്താവിന് ഇതിനകത്ത് ഓരോരുത്തരുടെയും ക്യാരക്ടർ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ബലഹീനത, നിങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്ന പാപം, ഇതെല്ലാം യേശുവിന് നന്നായിട്ട് അറിയാം. ஆமென். இங்க இருக்கிற ஒவ்வொரு நபரையும் தனிப்பட்ட முறையில் உங்களுடைய பலவீனங்கள், உங்களுடைய சுபாவங்கள், நீங்க அடிமைப்பட்டு இருக்கிற எல்லைகள், ஆமென், உங்களுடைய தனிப்பட்ட இதயம், இதெல்லாம் இயேசுவுக்கு நன்றாக தெரியும். യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ നെക്സ്റ്റ് ഡേ ശിഷ്യന്മാരെ അയക്കാത്തതിന് കാരണം അതാ. ஆமென். இயேசு கிறிஸ்து உயிர்த்தெழுந்தனுடைய அடுத்த நாளே சீஷர்களை அவர் அனுப்பாததுக்கு காரணம் என்ன தெரியுமா? ചില ഡോറുകൾ തുറക്കാത്തതിന് ഒരു കാരണമുണ്ട് ദൈവമക്കളെ. சில வாசல்கள் திறக்காததுக்கு பின்பதாக சில காரணங்கள் உண்டு. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ അടുത്ത ദിവസം തൊട്ട് അപ്പോസ്തലന്മാർ മിനിസ്ട്രി തുടങ്ങിയതെങ്കിൽ അവരുടെ ബലഹീനതയിൽ നിന്നുകൊണ്ട് തന്നെ അവർ മിനിസ്ട്രി ചെയ്തേനെ. ஆமென். பாருங்க, இயேசுவானவர் உயிரோட எழுப்பினதனுடைய அடுத்த நாளில இருந்தே அப்போஸ்தலர்கள் தங்களுடைய ஊழியம் ஆரம்பித்திருந்தால் அவர்களுடைய பலவீனத்திலேயே அவர் கொஞ்ச நாள் ஓடி இருப்பாங்க. പക്ഷേ കർത്താവ് അവിടെ അവരെ തടസ്സപ്പെടുത്തി ഇങ്ങനെയാ പറഞ്ഞേ, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം ആമേൻ നിങ്ങൾ നഗരത്തിൽ பார்ப்பின் என்று அவரோடு പറഞ്ഞது. ஆனால் அவர்களை அதற்கு தடை பண்ணி இயேசுவானவர் சொல்கிறது என்னவென்றால், உயரத்தில் நின்று வல்லமை பெற்றுக்கொள்ளும் அளவுக்கு நீங்கள் நகரத்திலேயே காத்திருங்கள். അത് അവരുടെ മിനിസ്ട്രിക്ക് ഹെൽപ്പ് ആകുന്നത് മാത്രമല്ല, മറിച്ച് അവരുടെ ബലഹീനതയിൽ ഒരു അത്യന്ത ശക്തിയായി അവരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടും കൂടെ ഉള്ളതാണ്. ஆமென். அது அவருடைய ஊழியத்தில் உதவியாக மட்டுமல்ல, அவர்களுடைய பலவீனத்தில் அவர்களை உருமாற்றம் அடைய செய்யும்படியாகவே. കർത്താവിനെ എങ്ങനെയൊക്കെയോ മിനിസ്ട്രി ചെയ്യുന്നവരെ അല്ല വേണ്ടത്. ஆமென். கர்த்தருக்கு எவ்விதமாகவெல்லாமோ ஊழியம் செய்கிறவர்களை அல்ல தேவை. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി വാഴുന്ന ഒരു ജനറേഷനെ ദൈവത്തിന് വേണ്ടേ. தன்னுடைய குமாரனுடைய சாயலுக்கு ஒப்பாக ஆளுகை செய்கிறதான ஒரு தலைமுறை கர்த்தருக்கு தேவை. നിങ്ങൾ കൈവച്ച രോഗികൾ സൗഖ്യമാകും. நீங்கள் കൈ வைத்தால் நோயாளிகள் சுகமாவார்கள். നിങ്ങൾ കാസ്റ്റ് ഔട്ട് ചെയ്ത ഭൂതങ്ങൾ അലറി വിളിച്ച് പുറത്തു പോകും. நீங்கள் கட்டளையிட்டால் அசுத்த ஆவிகள் வெளியேறுவார்கள். നിങ്ങൾ പറഞ്ഞാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. நீங்கள் சொன்னால் மரித்தோர்கள் உயிரோட எழும்புவார்கள். പക്ഷേ എങ്ങനെയെങ്കിലും ഒരു മിനിസ്ട്രി ചെയ്യുന്നവരെ അല്ല വേണ്ടേ. ஆனால் எவ்விதமாவது ஒரு ஊழியம் செய்கிறவர்களை அல்ல கர்த்தருக்கு தேவை. ദൈവത്തിന് ഒരു സൺ ജനറേഷനെ വേണം. ஒரு புத்திர தலைமுறையை கர்த்தருக்கு தேவை. തന്റെ പ്രിയ മക്കളായി രൂപാന്തരപ്പെടുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമാണ്. தன்னுடைய കുമാരர்களாக உருமாற்றம் அடைந்த ஒரு தலைமுறை கர்த்தருக்கு தேவை. ദൈവത്തിന് ഒരു ശുശ്രൂഷനെക്കാട്ടിലും അധികമായി, ஆமென், கர்த்தருக்கு ஒரு ஊழியனை பார்க்கிலும் அதிகமாக, ഒരു അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയെക്കാട്ടിലും അധികമായി, அபிஷேகம் பண்ணப்பட்ட நபரை பார்க்கிலும் அதிகமாக തന്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. தன்னுடைய திவ்ய சுபாவத்தை வெளிப்படுத்துகிற தலைமுறை எழும்பும்படியாக கர்த்தர் வாஞ்சிக்கிறார். ഈ കാലഘട്ടത്തിൽ ഒരു ജനറേഷൻ ദൈവത്തിന്റെ സ്റ്റൈൽ, ഇമേജ് ആൻഡ് ലൈക്നെസ്സിൽ വെളിപ്പെടുന്ന, ദിവ്യ സ്വഭാവത്തിൽ വെളിപ്പെടുന്ന പുത്രന്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. இந்த காலத்தில் தேவனுடைய சாயல், தேவனுடைய உருவத்தை வெளிப்படுத்துகிற குமாரர்களுடைய ஒரு தலைமுறை எழும்பும்படியாக கர்த்தர் வாஞ்சிக்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. എങ്ങനെയെങ്കിലും മിനിസ്റ്റർ ചെയ്യുന്നവരല്ല, எவ்விதமாவது ஊழியம் செய்கிறவர்கள் அல்ல.
എന്തെങ്കിലും ചെയ്യുന്നവരല്ല, ஏதாவது செய்கிறவர்களும் அல்ல, മറിച്ച് പിതാവിന്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നവർ. ആമേൻ. മാറാക പിതാവിനുடைய ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തുகிறவர்கள். ആമേൻ. മിനിസ്ട്രി ചെയ്യാൻ യേശുവിന്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാർ രോഗികളെ സൗഖ്യമാക്കിയതാ. ആമേൻ. ஊழியம் செய்ய முடியும். ஆமென். இயேசு உயிரோடு இருக்கிற காலத்திலேயும் ஆமென் சீஷர்கள் போய் ஆமென் பிணியாளிகளை അവർ சுகமாக்கியிருக்கிறார். പട്ടണത്തിൽ പോയി സുവിശേഷം അറിയിച്ചവരാ. அவர்கள் பட்டணத்திலே போய் சுவிசேஷம் பிரசங்கம் பண்ணினார். പക്ഷെ പത്രോസ്, ഈ കാത്തിരിപ്പ് നിന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടുള്ളതാ. ஆனால் பேதுருவே, இந்த காத்திருக்கு அனுபவம் ஆமென் உன்னை ஒரு உருமாற்றத்துக்குள் ഈ கொண்டு வரும்படியாக. ഉയരത്തിലെ ശക്തി അത് നിന്നിൽ ഒരു രൂപാന്തരം വരുത്തുവാനുള്ളതാ. ஓ, இந்த உயரத்தினுடைய வல்லமை உனக்குள் ஒரு உருமாற்றத்தை தரும் பொருட்டு. വീണെഴുന്നേൽക്കുന്ന തലമുറയല്ല, ஓ, விழுந்து விழுந்து எழும்புகிற தலைமுறை அல்ல. മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു തലമുറ. ஓ, மகிமையில் நின்று மகிமைக்கு ஷிஃப்ட் ஆகிறதான ஒரு ஜெனரேஷன். എഴുന്നേൽക്കുക വീഴുക, എഴുന്നേൽക്കുക വീഴുക, ഇങ്ങനെ ഒരു ജനറേഷൻ അല്ല. ஓ, எழும்பி விழுந்து எழும்பி விழுந்து இப்படி போகிறதான ஒரு தலைமுறை. കാലിന് ഒരിക്കലും മുട്ടുമടക്കാത്ത, ஓ ஜீசஸ், ബാലുക്ക് ഒരുപോതും മുഴങ്കാലെ മടക്കാതെ എപ്പോഴും ദൈവിക തേജസ്സിൽ നിറയപ്പെട്ട ഒരു തലമുറ. ഓ, എപ്പോഴും ദൈവിക മഹിമയാൽ നിറപ്പപ്പെട്ട ഒരു തലമുറ. അങ്ങനെ ഒരു കൈമാറ്റം ഇന്ന് പകൽ സ്വർഗം റിലീസ് ചെയ്യാൻ ഓ, പോകുകയാണ്. அப்படி ஒரு கைமாற்றம் இந்த பிற்பகல் பரலோகம் ரிலீஸ் பண்ண ഈ போகுது. ഉയരത്തിലെ ശക്തി നിനക്ക് വേണ്ടിയിട്ടാ. இந்த ഉന്നതமான வல்லமை உனக்காகவே. അത് നിന്നെ ആളു മാറിയതുപോലെയാക്കി മാറ്റും. ஆமென். அது உன்னை ஒரு ஆளு மாறுறது போல மாற்றும். അത് നിന്നിൽ ഒരു രൂപാന്തരത്തെ കൊണ്ടുവരും. அது உனக்குள்ள ஒரு உருமாற்றத்தை கொண்டு வரும். ജീസസ്. എന്തോ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഓ, എതെല്ലാമോ இதுக்குள் இந்த பிற்பகல் நடக்கிறது. എന്തോ ഇതിനകത്ത് ஓ, സംഭവിക്കുന്നുണ്ട്. ஆமென். ஏதோ ஒன்று இதுக்குள் இந்த பிற்பகல் நடக்கிறது. എന്തോ ഇതിനകത്ത് ஓ, സംഭവിക്കുന്നുണ്ട്. ஏதோ ஒன்று இந்த பிற்பகல் ஆமென் இதுக்குள் എന്തോ நடக்கிறது. കൈമാറ്റം ഇതിനകത്ത് വീഴുന്നുണ്ട്. ஆமென். ஏதோ ஒரு கைமாற்றம் இந்த பிற்பகல் இதுக்குள் விழுகிறது. അതിനെ പ്രാപിക്കാൻ നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ ஓ, அதை കേട്ടോ. பெற்றுக்கொள்ள இந்த பிற்பகல் நீங்க ரெடியாയി நின்று கொள்ளுங்க. ഇതൊരു കൈമാറ്റത്തിന്റെ ஓ, സമയമാണ്. இது ஒரு கைமாற்றத்தினுடைய நேரம். ഇതൊരു ഭയങ്കര പകർച്ചയുടെ ஓ, സമയമാണ്. இது ഒരു പകിർവിനുடைய നേരം. ഓ, ഇന്നലെ ജിനുമോൾ പറഞ്ഞ വാക്കിനെ ഞാനൊന്ന് ആവർത്തിക്കുക. ஆமென். நேற்று ஆவியானவர் சொன்ன வார்த்தையை மறுபடியும் நாங்க ரிப்பீட் பண்ணுகிறோம். ഓ, ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു കാതറിൻ കൂൾമാനെ അല്ല ദൈവത്തിന് വേണ്ടേ. ஆமென். இந்த காலத்தில் மறுபடியும் ஒரு கேத்தரின் கூல்மானை அல்ல கர்த்தருக்கு ഈ தேவை. കാലഘട്ടത്തിൽ ഒരു ലില്ലിനെ ദൈവത്തിന് വേണ്ടേ. ஆமென். இந்த காலத்தில் ஒரு லில்லியை ഈ கர்த்தருக்கு தேவை. കാലഘട്ടത്തിൽ ഒരു സാംസനെ ദൈവത്തിന് ஆமென். വേണ്ടേ. இந்த காலத்தில் ஒரு சாம்சனை ഈ கர்த்தருக்கு தேவை. കാലഘട്ടത്തിൽ ഒരു ജോൺസനെ ദൈവത്തിന് ஆமென். വേണ്ടേ. இந்த காலத்தில் ஒரு ஜோன்சனை ഈ கர்த்தருக்கு കാലഘട്ടത്തിൽ தேவை. റോബിനെ ദൈവത്തിന് വേണ്ടേ. ஆமென். இந்த காலத்தில் ரோபினை கர்த்தருக்கு தேவை. എന്ന തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായിരിക്കുന്ന, ஆமென். சொல்லுங்க, தன்னுடைய குமாரனுடைய சாயலுக்கு ஒப்பாய் തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന, தன்னுடைய குமாரனுடைய சாயலுக்கு ஒப்பாய் இருக்கிற, അങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ബിന്ദുവിനെ ദൈവത്തിന് വേണ്ടേ. ஓ, அவிதமாக உருமாற்றம் அடைந்த ஒரு பிந்துவை கர்த்தருக்கு தேவை. അങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു സംഗീതയെ ദൈവത്തിന് വേണ്ടേ. ஆமென். அவிதமாக உருமாற்றம் அடைந்திருக்கிற சங்கீதாவே தேவை. അങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ജഗദീഷിനെ ദൈവത്തിന് വേണ്ടേ. ஆமென். அவிதமாக உருமாற்றம் அடைந்த ஒரு ஜெகதீஷக தேவை. എങ്ങനെയോ ചെയ്യുന്നവരല്ല, எவ்விதமாகவோ செய்கிறவர்கள் സ്വർഗം அல்ல. പ്രസാദിക്കുന്ന ഒരു തലമുറ. ஓ, பரலோகம் பிரியமாய் இருக்கிற ஒரு നിന്നെ தலைமுறை. നോക്കി പറയണം, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ஓ, உன்னை பார்த்து பரலோகம் சொல்ல வேண்டும், இவர் என்னுடைய பிரியமான I குமாரன். am well pleased. ஓ, இவன் மீது நான் பிரியமாய் ഓ, இருக்கிறேன். ഇവൻ എന്റെ പ്രിയ പുത്രൻ. ஓ, இவன் என்னுடைய நேசகுமாரன். ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. இவன் மீது நான் பிரியமாய் இருக்கிறேன். അങ്ങനെ ഒരു തലമുറ ഇന്ന് പകൽ ക്രൈസ്റ്റ് ജനറേഷനിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ஓ, இவ்விதமான ஒரு தலைமுறை இந்த பிற்பகல் கிரைஸ்ட் ஜெனரேஷன் நீண்டு எழும்ப போகிறது. ബാലിന് മുട്ടുമടക്കാത്തവർ, ஆமென். பாலாலுக்கு முழங்கால் மடக்காத, ഓ, ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശത്തെ നഷ്ടപ്പെടുത്താത്തവർ, ஆமென். ஒரு நேர உணவுக்காக ശ്രേഷ്ഠ പുത്രഭാഗത്തെ അലക്ഷ്യമാക്കാതെ, ആമേൻ. പോത്തിഫറിന്റെ ഭാര്യയാണെങ്കിലും തന്റെ പദവി വിട്ടുകളയാതെ, ദൈവത്തിനെതിരെ പാപം ചെയ്യാതെ, തന്റെ വസ്ത്രത്തെ ഇട്ടിട്ട് ഓടുന്ന വ്യക്തികൾ, ஆமென். போத்திபேரனுடைய மனைவி ஆனாலும் ஆமென், கர்த்தர் தனக்கு தந்த விசேஷ பதவியை விட்டு விட்டு விடாமல் ஆமென், தன்னுடைய வஸ்திரத்தை ஆமென் அதை உதறி தள்ளி விட்டு ஓடுகிறதான ஆமென் ഒരു അതിന് ഞാൻ റെഡിയാണെന്ന് ഇന്ന് പ്രഖ്യാപിക്കാൻ സമർപ്പിക്കാൻ കഴിയുന്നവർ സ്വർഗം ചിലതിനെ പകരും. ஓ, இதற்கு நான் ஆயத்தம் என்று சொல்லி ஆமென் இதுக்குள் அர்ப்பணிக்கிற முடிகிறவர்கள் மேல் பரலோகம்
പരലോകം ഇന്നേക്ക് ചിലதை കൈമാറും. ഈ കാലഘട്ടത്തിൽ പുത്രനെ വെളിപ്പെടുത്തുവാൻ, ആ തേജസ്സിൽ നടക്കാൻ, ആ മഹത്വത്തെ വെളിപ്പെടുത്താൻ ഞാൻ റെഡിയാണെന്ന് സമർപ്പിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ മഹത്വം നിറയാൻ തുടങ്ങും. ആമേൻ. இந்த காலத்தில் குமாரனை வெளிப்படுத்த அசாதாரணமான தேவ மகிமையில் நிரம்பி நடக்க நான் ஆயத்தம் என்று சொல்கிறவர் மேல் அந்த மகிமையை பகிர பரலோகம் ஆயத்தமாய். അങ്ങനെയാണെങ്കിൽ നീയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. அப்படியென்றால் நீயும் ஆவியானவரும் இசைந்துள்ள ஒரு பிரயாணம் அது இந்த பிற்பகல் இந்த இடத்தில் ஆரம்பிக்கிறது. ഞാൻ പ്രവചിക്കുന്നു, ലോകത്തെ കുലുക്കുന്ന തരത്തിൽ, ലോകത്തെ ക്ഷയിക്കുന്ന തരത്തിൽ നീയും പരിശുദ്ധാത്മാവും നിറഞ്ഞൊരു യാത്ര ഇന്ന് പകൽ ഇതിനകത്ത് തുടങ്ങുന്നു. Take it. Take it. Take it. அப்படியென்றால் உலகத்தை அசைக்கிற விதத்தில் நீயும் பரிசுத்த ஆவியானவரும் இசைந்துள்ள ஒரு பிரயாணம் இந்த இடத்தில் இந்த பிற்பகல் ஆரம்பிக்கிறது. മറഞ്ഞിരിക്കാനല്ല, മറഞ്ഞിരിക്കുമ്പടിയാക അല്ല, മറഞ്ഞിരിക്കുമ്പടിയാക അല്ല. ഇവിടുത്തെ അന്തരീക്ഷം മാറുകയാ. ഇങ്ങേ അറ്റ്മോസ്ഫിയറുകൾ മാറുகிறது. ഈ ശക്തി നിന്നെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാ. ആമേൻ. இந்த வல்லமை உன்னை உருமாற்றமடைய செய்ய போகிறது. ഈ പകർച്ച നിന്നെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാ. பகிர்வு உன்னை உருமாற்றமடைய செய்ய போகிறது. പഴയ അനുഭവങ്ങൾ മാറുകയാ. പഴയ അനുഭവങ്ങൾ മാറുകയാണ്. പഴയ നിലവാരങ്ങൾ മാറുകയാ. പുതിയ നിലവാരങ്ങൾ വെളിപ്പെടുകയാണ്. പഴയ ലൈഫ് സ്റ്റൈലുകൾ മാറുകയാ. പഴയ வாழ்க்கை നിലവാരങ്ങൾ മാറുகிறது. പഴയ ലെവലുകൾ മാറുകയാ. പഴയ ലെവലുകൾ മാറുகிறது. കഴിഞ്ഞ ഇന്നലെ വരെയുള്ള സമയം എങ്ങനെയെന്ന് കർത്താവ് നോക്കുന്നില്ല. നേற்று വരെയുള്ള உன்னுடைய வாழ்க்கை நேரம் எப்படி சொல்லி பரிசுத்த ஆவியானவர் നിന്റെ സകല കുറവും ദൈവത്തിന് അറിയാം. உன்னுடைய சகல குறைவும் கர்த்தருக்கு தெரியும். നിന്റെ സകല സീക്രട്സിനും കർത്താവിന് അറിയാം. உன்னுடைய சகல ரகசிய பாவங்களையும் கர்த்தருக்கு தெரியும். അത് അറിഞ്ഞുകൊണ്ട് ഇന്നൊരു മഹത്വം നിന്റെ മേൽ പകരാൻ ദൈവം കൊതിക്കുകയാ. அதை அறிந்து கொண்டே இந்த நாள் ஒரு மகிமை உனக்குள் பகிரும்படியாக பரலோகம். കാരണം ഇന്നലത്തെ ടോണിയെ ഇന്ന് ദൈവത്തിന് വേണ്ട. ആമേൻ. നേറ്റുള്ള ടോണിയെ ജിനുവ ആമേൻ ആണ്ടവർക്ക് தேவையில்லை. ഇന്ന് ടോണിയിൽ ഒരു അപ്ഡേഷൻ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്നേക്ക് ജിനുമേൽ ഒരു അപ്ഡേഷൻ നടക്ക പരലോകം. ഇന്നലത്തെ ബ്രിട്ടോയെ അല്ല ദൈവത്തിന് വേണ്ടത്. നേറ്റയ ബ്രിട്ടോവ അല്ല ആണ്ടവർക്ക് தேவை. നിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഒരു മഹത്വത്തെ പകരാൻ ദൈവം കൊതിക്കുകയാ. സ്വഭാവത്തെ അറിഞ്ഞുകൊണ്ടേ ഒരു മഹിമയെ പകര ആമേൻ പരലോകം. Get ready, get ready, get ready. സ്വർഗ്ഗം നിന്റെ മേലേക്ക് പകരുന്നത് ചെറുതല്ല. ആയത്തമായി കൊള്ളുക, ആയത്തമായി കൊള്ളുക. ഇന്നേക്ക് പരലോകം മുൻമേൽ പകരുന്നത് ചെറിയതാണ് ഒന്നല്ല. പണ്ടുള്ളവയെ നീ ഓർക്കണ്ടെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, മുന്തിനവകളെ നീ യോസിക്ക വേണ്ടാം എന്ന് ചൊല്ലി പോയതിനെ നിരൂപിക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ, മുന്തിനവകളെ പൂർവ്വമാനവകളെ ചിന്തിക്ക വേണ്ടാം. നിന്റെ മേൽ വീഴുന്നത് ചെറുതല്ല. ഇന്നേക്ക് ഉന്മേൽ വീഴുന്നത് അത് സാധാരണമാനതല്ല. നീ ആള് മാറിയതുപോലെ ആയിത്തീരും. നീ ആള് മാറുന്നത് പോലെ നിന്നിലൂടെ ദൈവിക മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. വഴിയാക ദൈവിക മഹിമ വെളിപ്പെടും. ഒരു അഭിഷേകം ഇതിനകത്ത് ഇറങ്ങുന്നു. ഒരു അഭിഷേകം ഇതിനുള്ളിൽ, ഒരു ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങുന്നു. ദൈവ വല്ലമ ഇങ്ങ് ഇടത്തിൽ ഇറങ്ങുகிறது. ഇതിനകത്ത് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. இதுக்குள் மரித்தோர்களை உயிரோடு எழுப்புகிறவர்களை, വീര്യപ്രവർത്തികൾ ചെയ്യുന്നവർ, ബലത്ത ക്രിയകളെ ചെയ്യുகிறவர்கள், അഭിഷേകത്തെ പെറ്റുകൊള്ളുക. ആത്മാവിൽ നിറഞ്ഞുള്ളൊരു യാത്ര ഇതിനകത്ത് തുടങ്ങുകയാണ്. ആവിയാനവരാൽ നിറപ്പപ്പെട്ടതാണ് ഒരു പ്രയാണം ഇതുക്കുള്ള ആരംഭിക്കുന്നത്. ആത്മ നിറവിലുള്ള ഒരു ജേണി ഇതിനകത്ത് തുടങ്ങുകയാണ്. ആവിയാനവരുടെ നിറവിനാലുള്ള ഒരു ജേണി இந்த இடத்தில் ആരംഭിക്കുന്നു. നീ ഒരു പട്ടണത്തിൽ കാലുകുത്തിയാൽ, നീ ഒരു പട്ടണത്തിലെ കാൽ മിതിച്ചാൽ, അവിടെ പരിശുദ്ധാത്മാവ് വന്നതുപോലെയാ. அந்த இடத்தில் பரிசுத்தாவியானவர் வந்ததுപോലെ. അവിടെ പിന്നെ മാനുഷിക പ്രവർത്തികളല്ല, அங்கே പിന്നെ മാനുഷികമായ செயல்கள். അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ തുടങ്ങും. அந்த இடத்தில் பரிசுத்தாவியானவருடைய கிரியைகள் ஆரம்பிக்கும். പട്ടണങ്ങളുടെ മേൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്ന ഒരു അഭിഷിക്ത ഗണം ഇതിനകത്ത് ഇന്ന് പകൽ എഴുന്നേൽക്കുകയാണ്. പട്ടണങ്ങളിൽ ദേവരാജ്യത്തെ സ്ഥാപിക്കുന്ന അഭിഷേകം பண்ணப்பட்ட ഒരു തലമുറ இந்த நாளில் இந்த இடத்தில் எழும்புகிறது. ഇന്ന് തലമേൽ വീഴുന്ന അഭിഷേകം ചെറുതല്ല. ഇന്നേക്ക് തലമേൽ വീഴുகிறதான അഭിഷേകം സിറിതല്ല. ഇന്ന് നിന്റെ മേൽ വീഴുന്ന കൃപാവരങ്ങൾ ചെറുതല്ല. ഇന്നേക്ക് മേൽ വീഴുகிற വരങ്ങൾ സിറിതല്ല. ആരുടെ പകരപ്പെടാത്ത ചില കൃപാവരങ്ങൾ, യാർ മീതും പകരപ്പെടാത്തതാണ് ചില വരങ്ങൾ, ചില വീര്യപ്രവർത്തികളുടെ വരങ്ങൾ, ചില ബലത്ത ക്രിയകളുടെ വരങ്ങൾ, അസാധാരണമായ
വരങ്ങൾ, അസാധാരണமான தீர்க்க தரிசனத்துடைய വരങ്ങൾ, ഓ സുഖമളിക്കും വരങ്ങൾ വിശ്വസിക്കുന്നവർ അതിനെ റിസീവ് ചെയ്യുകയാണ്. ഓ വിശ്വസിക്കുന്നവர்கள் മേൽ അത് വീഴുகிறது. വിശ്വസിക്കുന്നവരുടെ മേൽ അത് അവൻ വീഴുകയാണ്. ഓ വിശ്വസിക്കുന്നവர்கள் മേൽ അത് വീഴുகிறது. നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെ കർത്താവ് മടക്കി തരികയാണ്. നഷ്ടപ്പെട്ട ആണ്ടുകളെ കർത്താവ് തിരുപ്പി തരുകയാണ്. നിന്റെ കെട്ടുകളെ ഇന്ന് പകൽ കർത്താവ് അഴിക്കുകയാണ്. കെട്ടുകളെ ഇന്ന് പിற்பകൽ കർത്താവ് അഴിക്കുകയാണ്. ഒരു കഴുതയുടെ കെട്ടടിച്ച് അതിന്റെ മേൽ യേശു കേറിയതുപോലെ, ഓ ഒരു കഴുതയുടെ കട്ടை അവിട്ട് യേശു അതിന്മേൽ ഏറുന്നത് പോലെ, ഓ ഇന്ന് നിന്നെ വിടുതലാക്കാൻ കർത്താവ് ഇവിടെ കൊണ്ടുവന്നേ. இந்த പിற்பകലുടെ വിടുവിക്കപ്പെടിയാകவே യേശുവിന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ ഇറങ്ങുകയാണ്. യേശുവിന്റെ ഉന്നതമായ വല്ലമേ യേശുവിന്റെ നാമത്തിൽ അത് വീഴട്ടെ. ഓ അത് വീഴട്ടെ. ഡെലിവറൻസുകൾ നടക്കട്ടെ. വിടുതലുകൾ നടപ്പதாக. പ്രാപിക്കേണ്ടവർ പ്രാപിച്ചു. பெற்றுக்கொள்ள வேண்டியவர்கள் இந்த പ്രാപിക്കേണ്ടവർ പ്രാപിച്ചു. பெற்றுக்கொள்ள வேண்டியவர்கள் இந்த പ്രാപിക്കേണ്ടവർ പ്രാപിച്ചു. பெற்றுக்கொள்ள வேண்டியவர்கள் இந்த എനിക്കിത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെ പ്രാപിച്ചു. ஓ எனக்கு இது வேண்டும் என்று வாஞ்சிக்கிறவர்கள் இந்த பிற்பகல் இதை பெற்றுக்கொள்ளுங்க. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിടുന്നേ. என்னை எழும்ப செய்தி உயரங்களில் என்னை பறக்க செய்தி. கழுகை போல என்னை எழும்ப செய்தி உயரங்களில் என்னை பறக்க செய்தி. யாவே ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. കർത്തർക്ക് ഉന്നെ தேவை. അതാ വിടാതെ വീണ്ടും മുറുകെ പിടിക്കുന്നത്. அதுதான் உன்னை விடாமல் மறுபடியும் அவர் உன்னை இழுத்து பிடிக்கிறார். ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. கர்த்தருக்கு உன்னை தேவை. അതാ നിന്നെ തേടി ഇറങ്ങി വരുന്നത്. அதுதான் அவர் உன்னை தேடி இறங்கி வருகிறார். ഒരു പത്രോസിനെ തേടി യേശു വന്നത്, ഒരു പേതുരുவை தேடி இயேசு வந்தது. അത് പത്രോസിനെ മാത്രം തേടി വരുന്നതല്ല, அது பேதுருவை மட்டும் தேடி வந்ததல்ல. നിനക്ക് അറിവ് ലഭിക്കാൻ ഇതുപോലെ എന്നെയും ഞാൻ പിന്മാറിയാലും ഞാൻ അകന്നാലും യേശു എന്നെ തേടി വരുന്ന ദൈവമാണെന്ന് നിനക്ക് ബോധ്യം വരാൻ വേണ്ടിട്ടാ. അമ്മേ ഇതുപോലവേ ഉനക്കൊരു അറിവ് വര. അമ്മേ നീ പിൻവാങ്ങി പോന്നാലും, നീ യേശുவை விட்டு விலகி போனாலும் உன்னை தேடி வருகிற ஒரு இயேசு உண்டு என்று നീ അറിந்து കൊള്ളുമ്പടിക്ക്. യൂദാസേ, നീ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ നീയും ആ അപ്പോസ്തലന്മാരുടെ നിരയിൽ ഉണ്ടായേനെ. യൂദാ, നീ തற்கொலை பண்ணாவிட்டால் நீயும் அந்த அப்போஸ்தலர்களோடு கூட இருந்திருப்ப. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. തെറ്റ് കണ്ടാൽ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അമ്മേ തവറ് കണ്ടാൽ ഉന്നെ അമ്മേ തള്ളി വിടുകിற ദൈവമല്ല. പാപത്തെ വെറുക്കുന്നു, പാപത്തെ അവർ വെറുக்கிறார். എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. എന്നാൽ പാപിയെ അവർ നേസിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ഉന്നെ നേസിக்கிற ഒരു കർത്താവ്. ഇന്ന് ദൈവത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. இன்னைக்கு கர்த்தருக்கு உன்னை எழும்ப வைக்க അത് திட்டமுண்டு. ഏത് ആഴത്തിൽ നീ വീണ് കടന്നാലും, அது நீ எந்த ஆழத்தில் விழுந்து கிடந்தாலும், ഏത് പാതാളത്തിൽ നീ വീണ് കടന്നാലും, எந்த பாதாளத்தில் நீ விழுந்து கிடந்தாலும், ഏത് മരണത്തിന്റെ അവസ്ഥയിൽ നീ വീണ് കടന്നാലും, எந்த மரணத்தினுடைய சூழ்நிலையில் நீ விழுந்து ഏത് கிடந்தாலும், അതിക്രമത്തിൽ നീ വീണ് കടന്നാലും, எந்த அக்கிரமத்தில் நீ விழுந்திருந்தாலும், വെള്ളത്തിൽ മുങ്ങിയ പത്രോസിന്റെ ആഴത്തിലേക്ക് കരം നീട്ടി പത്രോസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, ஓ தண்ணீரிலே மூழ்கி போன அந்த பேதுருவை தேடி ஆழத்தில் தம்முடைய கையை நீட்டி அவனை தூக்கி எழுப்பினது போலவே, ഇന്ന് നിന്റെ കരത്തെ പിടിച്ചു നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു, ஓ இன்னைக்கு உன் கரத்தை பிடித்து உன்னை எழும்ப வைக்கிற ஒரு இயேசுவா, ആഴത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുക്കുന്ന ഒരു യേശു, ஆழத்தில் நின்று உன்னை தூக்கி எடுக்கிற ஒரு இயேசு, അതിക്രമത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു യേശു, அக்கிரமங்களில் நின்று உன்னை எழுப்புகிற ஒரு இயேசு.
Yes, Lord. കാരണം കർത്താവിന് ജഡത്തിൽ നടക്കുന്ന നിന്നെ അല്ല വേണ്ടത്. ஏனென்றால் மாம்சத்தில் நடக்கிற உன்னை அல்ல கர்த்தருக்கு தேவை. ആത്മാവിൽ നടക്കുന്ന ഒരു ജനറേഷൻ, ആവിയിൽ നടക്കുന്ന ഒരു തലമുറ, ആത്മാവിൽ നടക്കുന്ന ഒരു ജനറേഷൻ, ആവിയിൽ നടക്കുന്ന ഒരു തലമുറ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. அதனால் தான் இயேசுவானவர் சொல்கிறார் ഉന്നതത്തിൽ നിன்று വല്ലമൈ ധരിക്കും அளவு. ആമേൻ. അവിടെ ലഭിക്കുക എന്നല്ല ആക്ച്വലി എഴുതിയിരിക്കുന്നത്. அங்கே அமேன் பெற்றுக்கொள்வது என்றல்ல மெய்யாகவே ധരിക്കുവോളം. அமேன். நீங்க உன்னதத்தில் நின்று வல்லமை தரிக்கும் அளவு. ആമേൻ. ആ പദത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അമേൻ. அந்த வார்த்தையை நீங்க கவனிங்க, உயரத்தில் நின்று வல்லமை தரிக்கும் அளவு. എൻഡു എന്നുള്ള ഒരു പദം അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം. എൻഡു എന്നതാണ് ഗ്രേക്ക് വാർത്ത தான் சொல்லப்பட்டிருக்கிறது. അവിടെ അതിന്റെ അർത്ഥം to sink into. അമേൻ. அப்படி என்றால் அதனுடைய அர்த்தம் மூழ்குற அனுபவம். മുങ്ങുന്നതിനാ പറയുന്നത്, மூழ்குகிற அனுபவம். ധരിക്കുന്നതിനാ പറയുന്നത്. ധരിப்பதற்கு சொல்கிறது. ഓ പറഞ്ഞേ, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം. അമ്മേ വായിലെ തിറന്ന് சொல்லுங்க, ഉയരത്തിൽ നിன்று വല്ലമൈ ധരിക്കും വരയ്ക്കും. ആമേൻ. അതിന്റെ ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത് ഡുനാമിസ് എക് ഹുപ്പോസ്. അമേൻ. അതിനുடைய ഗ്രേക്ക് വാർത്ത ഡുനാമിസ് എക് ഹുപ്പോസ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഡുനാമിസ് എന്ന് പറഞ്ഞാൽ വീരപ്രവർത്തികളെ, അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ശക്തി. അമേൻ. ഡുനാമിസ് എന്നാൽ ബലത്ത ക്രിയകളെ, അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ് ഒരു വല്ലമൈ. ഹുപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവൻലി റിലം, ഹൈ സ്റ്റേഷൻ. അമേൻ. വളരെ ഉയർന്ന സ്ഥലം. ഹുപ്പോസ് എന്നാൽ അമേൻ ഹൈ സ്റ്റേഷൻ, ഉന്നത നിലവാരത്തിലുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പറയും ഈ വചനം എൻ്റെ മേൽ നിവർത്തിയായിട്ട് ഞാൻ പോകത്തുള്ളൂ? അമേൻ. എത്ര പേര് ഇன்றைக்கு சொல்றீங்க இந்த வார்த்தை என் மேல நிறைவேறி தான் நான் போவேன். ഈ വചനം എൻ്റെ മേൽ ക്രിയ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. இந்த வார்த்தை என் மேல கிரியை செய்து தான் நான் இங்கே திரும்பி. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങൾ ആമേൻ, നിങ്ങളെ നിയന്ത്രിക്കരുത്, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോണം. അമേൻ. பரிசுத்த ஆவியானவர் உங்கள் மேல் இறங்கினால் நீங்களாகவே மாம்சத்தில் உங்களை கட்டுப்படுத்த வேண்டாம், நீங்க ஆண்டவருடைய கருத்தில் ஒப்பு கொடுத்து. കാരണം ഇന്ന് നമ്മൾ ഉയരത്തിലെ ശക്തി ഭയങ്കരമായി ധരിക്കാൻ പോവാ. ஏனென்றால் இன்றைக்கு நாம் உயரத்தினுடைய வல்லமை பயங்கரமாக தரித்து கொள்ள போகிறோம். ആമേൻ. ഇന്ന് ചിലർ ബലാത്കാരത്തോടെ സ്വർഗരാജ്യത്തെ പിടിക്കാൻ പോകുക. അമേൻ. ഇன்றைக்கு പരലോകത്തെ ചില നബറുകൾ ബലവന്തപ്പെടുത്തി പെറ്റുകൊള്ള പോകുകയാണ്. ആമേൻ. ഇന്ന് എത്ര പേർ പറയും ഞാൻ ഉയരത്തിലെ ശക്തി ധരിച്ചിട്ട് ഇവിടുന്ന് മടങ്ങി പോകത്തുള്ളൂ? അമേൻ. ഇன்றைக்கு എത്ര പേർ சொல்றீங்க நான் உயரத்தில் நின்று வல்லமை தரித்து தான் இங்கே இருந்து திரும்பி போவேன்? ഹല്ലേലൂയ. ഈ ഒരു ഹ്യൂമൻ പവർ അല്ല എനിക്ക് വേണ്ടത്. അമേൻ. சொல்லுங்க, இன்னொரு മാനുഷികமான വല്ലமை அல்ல, മാനുഷികമായ ഇൻസ്ട്രക്ഷൻ അല്ല എനിക്ക് വേണ്ടേ. അമേൻ. മാനുഷികமான ഒരു ഇൻസ്ട്രക്ഷൻ അല്ല എനിക്ക് தேவை. ഓ ദ പവർ ഫ്രം ഓൺ ഹൈ, ഉയരത്തിലെ ശക്തി. ഓ சொல்லுங்க, ഉന്നതത്തിൽ നിന്നുള്ള വല്ലமை. ഇന്ന് ഇതിനകത്ത് ചില പുത്രന്മാർ എഴുന്നേൽക്കും. അമേൻ. ഇன்றைக்கு இதுக்குள் ചില പുത്രர்கள் எழும்புவீர்கள். ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ചില പുത്രന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കും. ദൈവ സത്യത്തെ കേൾക്കുന്ന ചില പുത്രர்கள் எழும்புவீர்கள். കർത്താവ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടത്തുന്ന ചില മക്കൾ ഇതിനകത്ത് എഴുന്നേൽക്കും. ഓ കർത്താവേ, കണ്ണை வைத்து ആലോചന சொல்லி തരുகிற പുത്രர்கள் இதற்குள் எழும்புவார்கள். ഞാൻ വീണ്ടും പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ ഏത് പാപത്തിൽ വീണു എന്നുള്ളത് ഇന്ന് കർത്താവ് നോക്കുന്നില്ല. ഇന്ന് അതിനെ സ്വീകരിച്ച് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഉയരത്തിലെ ശക്തി കർത്താവ് നിങ്ങളുടെ മേലേക്ക് അയക്കും. ஆமென். மறுபடியும் சொல்கிறேன், நேற்று வரைக்கும் நீங்க என்ன பாவத்தில் விழுந்தீர்கள் என்று சொல்லி கர்த்தர் பார்ப்பதில்லை. இன்றைக்கு இந்த வார்த்தையை ஏற்றுக்கொண்டு ஆமென் நீங்க ஒப்பு கொடுப்பீர்கள் என்றால் உன்னதத்தினுடைய பலன் நீங்கள் தரிப்பீர்கள். കാരണം ദൈവത്തിന് വീഴുന്ന ജനറേഷനെ അല്ല വേണ്ടത്, വാഴുന്ന ജനറേഷനെ. ஏனென்றால் கர்த்தருக்கு விழுந்து போகிற ஒரு தலைமுறை அல்ல தேவை, ஆளுகை செய்கிறதான ஒரு தலைமுறை. ദൈവത്തിന് ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ വേണം, അവനെ കൊണ്ട് ഈ രാജ്യത്തെ വാഴുവാൻ. ആമേൻ. കർത്തർക്ക് ഒരു തനിപ്പെട്ട നബർ ആനാലും அந்த നബரை தேவை இந்த രാജ്യത്തെ ആളുമ്പടിയാക. ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവത്തിന് ഒരു മോശയെ ആവശ്യമായതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ വാഴ്ച നടത്തുവാൻ, ഈ അന്ധകാര മണ്ഡലത്തിന്മേൽ ജയമെടുക്കുവാൻ ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമാണ്. ആമേൻ. ഇസ്രായേൽ ജനങ്ങളെ എகிப்தினுடைய അടിമത്തനത്തിൽ നിന്ന് വെളിയെ കൊണ്ടുവര ഒരു മോശയെ കർത്തർക്ക് தேவைப்படுகிறது.
அப்படிப்பட்டால் இந்த காலத்திலேயும் இந்த ராஜ்யத்தை ஆளுகை செய்யும்படியாக அபிஷேகம் பண்ணப்பட்ட தேவ புத்திரர்கள் கர்த்தருக்கு தேவை. ഹല്ലേലൂയ. அல்லேலூயா. നിങ്ങളെ നോക്കിയേ, മോശ ഒരു കൊലയാളിയാ. ஆமென். நீங்க சிந்தித்து பாருங்க, மோசே ஒரு கொலை செய்த நபர், கொலையாளி. അവൻ കൊല ചെയ്ത വ്യക്തിയാ. அவன் கொலை பண்ணின நபர். അവൻ കൊല ചെയ്തിട്ട് അവിടുന്ന് ഓടി ഒളിച്ച വ്യക്തിയാ. ஆமென். அவன் கொலை பண்ணி அந்த இடத்திலிருந்து ஓடி ஆமென் தன்னையும் மறைத்து கொண்ட അത് நபர். മാത്രമല്ല, അവന്റെ അകത്ത് ഭയം വ്യാപരിച്ച ഒരു വ്യക്തിയാ. ஆமென். அது மட்டுமல்ல, அவனுக்குள் பயம் செயல்பட்ட நபர். പക്ഷെ ദൈവത്തിന് പാസ്റ്റ് വിഷയമല്ല. ஆனால் கர்த்தருக்கு கடந்த காலம் ஆமென் விஷയമല്ല. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെ പാസ്റ്റിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ദൈവമല്ല. ഓ എന്ന് പറഞ്ഞേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പാസ്റ്റിലുള്ള വ്യക്തിയല്ല. ഈസ് എ ന്യൂ ക്രിയേഷൻ. ഇന്ന് പകൽ പറഞ്ഞേ, ഐ ആം ന്യൂ ക്രിയേഷൻ. ഇന്നലെ വരെ ഉള്ളതല്ല, ഞാൻ ഇന്നൊരു പുതിയ സൃഷ്ടിയാണെന്ന് ഉറപ്പുള്ളവർ. ஆமென். கர்த்தர் நம்முடைய கடந்த காலத்தை வைத்துக் கொண்டிருக்கிற நபர் அல்ல. ஏனென்றால் ஒருவன் கிறிஸ்துவுக்குள்ளானால் அவன் புது சிருஷ்டியாமே. வாய்களை திறந்து சொல்லுங்க, I am new creation in Christ. ഓ, ഇന്ന് ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, ആരെയോ കർത്താവ് വീഴുവാനല്ല വാഴുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ஆமென். இன்னைக்கு மறுபடியும் நான் தீர்க்கதரிசனம் உரைக்கிறேன். யாரெல்லாமோ கர்த்தர் இதுக்குள் விழும்படியாக அல்ல, ஆளுகை செய்யும்படியாக എഴുന്നേൽക്കുന്നവന്റെ കരത്തിൽ കർത്താവ് അധികാരത്തെ കൈമാറും. ஆமென். எழும்புகிறவருடைய கரத்தில் கர்த்தர் அதிகாரத்தை கொடுப்பார். അവൻ നിശ്ചയമായി ഭൂമിയിൽ കെട്ടുന്നത് അതുപോലെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. அவன் நிச்சயமாகவே இந்த பூமியில் கட்டுவது அது பரலோகத்தில் கட்டப்பட்டிருக்கும். ഈ മൂന്നാറിന്റെ ഉണർവിന്, എറണാകുളത്തിന്റെ ഉണർവിന്, ഓ എഴുന്നേൽക്കാൻ ദൈവത്തിന് ഒരാളെ ആവശ്യമാ. ஓ, இந்த மூணார் பட்டணத்தினுடைய எழுப்புதலுக்கு, எர்ணாகுளம் பட்டணத்தினுடைய எழுப்புதலுக்கு எழும்புகிற ஒரு நபரை கர்த்தருக்கு தேவை. അവനെ കർത്താവ് ഉയരത്തിലെ ശക്തി ധരിപ്പിക്കും. ஓ, அவனை கர்த்தர் உன்னதத்தினுடைய வல்லமையை தரிப்பிப்பார். ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ അവനെ ധരിപ്പിക്കും. ஓ, ஒரு வஸ்திரம் அணிவிப்பது போலவே அவனை கர்த்தர் வல்லமை தரிப்பிப்பார். ഓ, പറിച്ചു കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വസ്ത്രത്തെ അവനെ ധരിപ്പിക്കും. ஓ, எடுத்துவிட முடியாததான விதத்தில் உள்ள ஒரு வஸ்திரத்தை கர்த்தர் அணிவிப்பார். Jesus. മക്കളെ, എത്ര പേർ അതിനെ സ്വീകരിക്കാൻ റെഡിയാ? பிள்ளைகளை எத்தனை பேர் அதை பெற்றுக்கொள்ள ரெடியா இருக்கிறீங்க? 430 വർഷം ഇസ്രായേൽ ജനങ്ങളെ അടിമത്തത്തിലിട്ട ഫറവോന്റെ മുമ്പിൽ ദൈവത്തിന്റെ പകരക്കാരനായി നിർത്താൻ ദൈവത്തിനൊരു മോശയെ ആവശ്യമാണ്. அம்மேன். 430 ஆண்டுகள் இஸ்ரவேல் ஜனங்களை அடிமைத்தனத்தில் வைத்த அம்மேன் பார்வோனுக்கு முன்பதாக தேவனாக நிற்கும்படியாக, அம்மேன் தேவனுடைய ரெப்ரசன்டேட்டிவாக நிற்கும்படியாக ஒரு நபரை கர்த்தருக்கு தேவை. ആമേൻ. ഇന്നും അന്ധകാരത്തിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ഒരു മോശയെ ദൈവത്തിന് ആവശ്യമാണ്. ஆமென். இன்றைக்கும் அந்தகார மண்டலுக்கு முன்பதாக சவால் விட்டு நிற்கிறதான ஒரு மோசேயை கர்த்தருக்கு தேவை. അഭിഷേകത്തോടെ നിൽക്കാൻ ഒരു മോശയെ ദൈവത്തിന് ആവശ്യമാണ്. அபிஷேகத்தோடு கூட நிற்க ஒரு மோசேயை கர்த்தருக்கு தேவை. ആമേൻ. ഈ കാലഘട്ടത്തിന്റെ മോശ ഇതിനകത്തുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ മേൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഇന്ന് പകൽ വീഴും. ஆமென். இந்த காலத்தினுடைய மோசைகள் இதுக்குள் இருக்கிறீங்க என்று சொல்லி நான் ஆவியில் அறிக்கை பண்ணும்போது அப்படிப்பட்டதான சில தெரிந்து கொள்கிற அனுபவம் சில நபர்கள் மேல் இந்த நாளில் விழும். കുഞ്ഞേ, നിന്റെ മേൽ ഒരു അഭിഷേകം വീഴുന്നുണ്ടോ? ஆமென். பிள்ளையே, உன் மேல ஒரு அபிஷேகம் നിനക്ക് விழுகிறதா? നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തീ വീഴുന്നുണ്ടോ? ஓ, உன்னால கட்டுப்படுத்த முடியாததான ஒரு அக்கினி உன் மேல் விழுகிறதா? അത് നിസ്സാരമായി ஓ, തള്ളിക്കളയല്ലേ. அது சாதாரணமாக தள்ளி விடாதே. എന്തോ ഒരു തീ വീഴുന്നത് ഞാൻ അറിയുന്നു. ஓ, ஒரு தீ விழுவதை நான் அறிகிறேன். എന്തോ ഒരു പുതപ്പ് വീഴുന്നത് ഞാൻ ஓ, ஒரு കാണുന്നു. போர்வை விழுவதை நான் அறிகிறேன். നിന്റെ പാസ്റ്റിനെ മറന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകം. ஓ, உன்னுடைய கடந்த காலத்தை மறந்து உன்னை எழும்ப பண்ணுகிறதான ஒரு அபிஷேகம். Jesus, hallelujah. Stes Moses, photos, pages, La sakha ba ra ga se ya te. Oh ra ba ba ha ba 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 ba. Le ga ra ga sa tha ra ba 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 se ya. അന്യഭാഷകൾ മാറുന്നു ചിലരുടെ. അന്യഭാഷകൾ മാറുന്നത്. അന്യഭാഷകൾ മാറുന്നു. Zekatela ma haso brakailo rebaunia. Azbekala broko brujes baital barako. Zairako barishmi abdelkos bautak lepraka mushasi. അന്യഭാഷകൾ മാറുകയാ. അന്യഭാഷകൾ മാറുന്നത്. അന്യഭാഷകൾ മാറുന്നു. അന്യഭാഷകൾ മാറുന്നത്.
Rashma Ziate Bow the La Raha Soko Rabase La Raga Sekoriate. Egleris Bahatora Bausha. ചിലർ വസ്ത്രം ധരിക്കുന്നത് പോലെ ഉയരത്തിലെ ശക്തി ധരിക്കും. ഓ ചിലർ വസ്ത്രം ധരിപ്പത് പോലെ ഉയരത്തിനുடைய ബലனை വല്ലമയെ നിങ്ങൾ ധരിக்கிறீர்கள். വസ്ത്രം ധരിക്കുന്നത് പോലെ ഉയരത്തിലെ ശക്തി ധരിക്കും. വസ്ത്രം ധരിപ്പത് പോലെ ഉയരത്തിനുடைய വല്ലமை ധരിக்கிறீர்கள். ദൈവത്താൽ അയക്കപ്പെടുന്ന ചിലർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുക കേട്ടോ. കർത്തരാൽ അനുഭവപ്പെടുகிற ചില നபர்கள் இதுக்குள் எழும்புகிறீர்கள். നിന്നെ ദൈവം ചില പട്ടണത്തിലകത്തേക്ക് അയക്കാൻ പോകുക. ഓ ഉന്നെ കർത്ത ചില പട്ടണങ്ങൾക്ക് അനുപ്പ പോകുகிறார். ചില ആമേൻ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി ചിലരെ ദൈവം ഇതിനകത്ത് അയക്കാൻ പോകുക. ഓ ചില പട്ടണങ്ങളുടെ എഴുപ്പുതലുക്കാக ഓ இதுக்குள் யாரெல்லாமோ கர்த்தர் അനുപ്പ പോകുகிறார். ശമരിയ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി ഫിലിപ്പോസിനെ ദൈവം അയച്ചതുപോലെ ഓ സമരിയ പട്ടണത്തിനുடைய എഴുപ്പുതലുക്കാக ഒരു ഫിലിപ്പை പരലോകം അനുപ്പിനது പോലவே ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസിലൂടെ ഒരു ഉണർവ് നടന്നതുപോലെ സമരിയ പട്ടണത്തിൽ ഫിലിപ്പ് വഴിയാக ഒരു എഴുപ്പുതൽ നടന്നത് പോലவே ചിലരെ നിയോഗിച്ച് ദൈവം അയക്കാൻ പോകുക. ആമേൻ. ചിലർ മേൽ அந்த നിയോഗം വെളിപ്പെട്ട് കർത്തർ അനുപ്പ പോകുகிறார். മക്കളെ, ദൈവത്തിന് സ്വയമേ എന്തും ചെയ്യാൻ സാധിക്കും. ആമേൻ. പിള്ളകളെ കർത്തർക്ക് സ്വയமாக എത് വേണാലും செய்ய முடியும். പക്ഷേ പപ്പ ആഗ്രഹിക്കുന്നത് തന്റെ മകനിലൂടെ അത് ചെയ്യാനാ. ஆனால் தகப்பன் வாஞ்சிப்பது தன்னுடைய குமாரன் வழியாகவே அதை செய்ய முடியும். നിന്നിലൂടെ ആ രോഗിയെ സൗഖ്യമാക്കണം. உன் வழியாக அந்த நோயாளியை சுகமாக்க வேண்டும். നിന്നിലൂടെ ആ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. உன் வழியாக அந்த மரித்தவனை உயிரோடு எழுப்ப வேண்டும். നിന്നിലൂടെ അതിക്രമത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരണം. உன் வழியாக அந்த அக்கிரமத்தில் கிடக்கிறவர்களை கர்த்தர் வெளியே கொண்டு வர வேண்டும். അതിനകത്ത് ഭയങ്കര ഒരു സെലക്ഷൻ നടക്കുക. ആമേൻ. இதுக்குள் பயங்கரமான சில செலக்ഷൻ നടക്കുന്നത്. അത് ഭയങ്കര ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഓ இதுக்குள் சில செலக்ഷൻ നടക്കുന്നത്. ആത്മാവിൽ കയറുന്നവർ കയറിക്കോ കേട്ടോ. ஆவியில் ஏறுகிறவர்கள் இந்த பிற்பகல் ஏறிக்கொள்ளுங்க. ആത്മാവിൽ കയറുന്നവർ കയറിക്കോ. ஆவியில் ஏறுகிறவர்கள் இந்த பிற்பகல் ஏறிக்கொள்ளுங்க. ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ പ്രതികരിച്ചോ കേട്ടോ. ആമേൻ. அந்த பிரசன்னத்தை புரிந்து கொள்கிறவர்கள் ஆமேன் அதோடு கூட செயல்பட்டு സാന്നിധ്യം തിരിച്ചറിയുന്നവർ പ്രതികരിച്ചു. ഓ அந்த பிரசன்னத்தை அனுபவிக்கிறவர்கள் ஆமேன் அதோடு கூட ஆமேன் ഈ സമയം നിന്നിൽ ഒരു എൻകൗണ്ടർ നടക്കാൻ തുടങ്ങും. ഓ இந்த நேரம் உனக்குள்ள ஒரு என்கவுண்டர் நடக்க ஆரம்பிக்கும். നിന്റെ അകത്തുള്ള കൃപാവരങ്ങളെല്ലാം ഇന്ന് പകൽ അസാധാരണമായി ജ്വലിക്കും. உனக்குள்ள இருக்கிற வரங்கள் எல்லாம் அசாதாரணமாக இந்த பிற்பகல் ஜொலிக்கும். ഇതുവരെ നീ ജീവിച്ചതുപോലെ ഇന്ന് തൊട്ട് നീ ജീവിക്കത്തില്ല. இதுவரைக்கும் நீ ஜீவித்தது போல இந்த நாளில் இருந்து நீ வாழ மாட்ட. നിന്റെ പ്രസംഗം ഇന്ന് മുതൽ മാറാൻ പോകുക. உன்னுடைய பிரசங்கம் இந்த நாளில் இருந்து மாற போகிறது. നിന്റെ വർഷിപ്പിന്റെ ലെവലുകൾ ഇന്ന് മുതൽ മാറാൻ പോകുക. உன்னுடைய വർഷിപ്പിனுடைய ലെവലുകൾ இந்த நாளில் இருந்து மாற നിന്റെ போகிறது. ശുശ്രൂഷയുടെ ലെവലുകൾ ഇന്ന് മുതൽ മാറാൻ പോകുക. உன்னுடைய ஊழியத்தினுடைய ലെവലുകൾ இந்த நாளில் இருந்து மாற போகிறது. നിന്റെ ലൈഫ് ഇന്ന് മുതൽ ടേൺ ആകാൻ പോകുക. ஓ உன்னுடைய லைஃப் இந்த நாளில் இருந்து டர்ன் ஆக போகிறது. ഓ നിന്റെ ജീവിത നിലവാരം ഇന്ന് മുതൽ ടേൺ ആകാൻ പോകുക. ஓ உன்னுடைய வாழ்க்கை நிலவரங்கள் இந்த நாளில் இருந்து டர்ன் ஆக போகிறது. നിന്റെ ബിസിനസ്സുകൾ ഇന്ന് മുതൽ ടേൺ ആകുക. ஓ உன்னுடைய பிசினஸ்கள் இந்த நாளில் இருந்து டர்ன் ഉയരത്തിലെ ஆகிறது. ശക്തിയാൽ ചിലത് ചെയ്യാൻ പോകുക. உயரத்தினுடைய வல்லமையினால் சிலதை செய்ய போகிறீர்கள். എന്റെ പ്രാപ്തിക്കൊത്തവണ്ണമല്ല, ஓ என்னுடைய தகுதிக்கேற்றபடியாக அல்ல. എന്റെ കഴിവിനൊത്തവണ്ണമല്ല, ஓ என்னுடைய தகுதிக்கேற்றபடியாக அல்ல. ദൈവത്തിന്റെ പ്രാപ്തിക്കൊത്തവണ്ണം. ஓ கர்த்தருடைய தகுதிக்கேற்றபடியாக ഓ ദൈവത്തിന്റെ കഴിവ് ആരൊക്കെ മേൽ വന്ന് വീഴുകയാ. ஓ கர்த்தருடைய தகுதி இந்த பிற்பகல் யார் மீதெல்லாம் ദൈവത്തിന്റെ എബിലിറ്റി ആരുടെ മേലൊക്കെ വന്ന് ஓ വീഴുകയാ. கர்த்தருடைய எபிலிட்டி இந்த பிற்பகல் யார் மீதெல்லாம் விழுகிறது. ഉയരത്തിലെ 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 ശക്തി ആരുടെ മേലൊക്കെ വന്ന് വീഴുകയാ. உயரத்தினுடைய வல்லமை யார் மீதெல்லாம் இன்னைக்கு விழுகிறது. എനിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. எனக்கு பிரசங்கம் பண்ணணும்னு ஆசை இருக்குது. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ஆனால் இந்த இடத்தில் பரிசுத்த ஆவியானவர் அசைவாடுவதை நான் എന്റെ அறிகிறேன். പ്രസംഗത്തെക്കാട്ടിലും വലുതാ പരിശുദ്ധാത്മാവിന്റെ ചലനം. ஓ என்னுடைய பிரசங்கத்தை பார்க்கிலும்
பெரிதுதான் பரிசுத்த ஆவியானவருடைய அசைவாடுதல். കുഞ്ഞെ നിന്റെ കഴിവ് കൊണ്ട് ഇത്രയും സാധിച്ചെങ്കിൽ, ஆமென். பிள்ளையே உன்னுடைய தகுதியினால் இவ்வளவு நடந்தது என்று சொன்னார். നിന്റെ പ്രാപ്തി കൊണ്ട് ഇത്രയൊക്കെ കഴിഞ്ഞെങ്കിൽ, നടന്നെങ്കിൽ, தகுதியினால இவ்வளவு நடந்தது என்று சொன்னார். ദൈവത്തിന്റെ പ്രാപ്തി നിന്റെ മേൽ വീണാലോ, ஓ தேவனுடைய தகுதி உன்மேல் வீழ்ந்தாலோ, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാലോ, தேவனுடைய வல்லமை உன்மேல் இறங்கி வந்தாலோ, നിന്റെ ബലം കൊണ്ട് ഇത്രയും ഓടാൻ കഴിഞ്ഞെങ്കിൽ, உன்னுடைய சுய பலத்தினால் இவ்வளவு ஓட முடிந்தது என்று சொன்னார். ഓ ആഹാബിന്റെ രഥത്തെ ഓടി തോൽപ്പിക്കുന്ന ദൈവത്തിന്റെ ബലമാ നീ പ്രാപിക്കാൻ പോകുന്നത്. ஓ ஆகாபினுடைய ரதத்தை ஓடி மேற்கொள்ளுகிறது வல்லமைதான் இந்த நாளில் நீ பெற்றுக் கொள்கிறாய். മോനെ, നിന്റെ മേലൊരു അസാധാരണമായി മിനിസ്ട്രി വെളിപ്പെടുകയാണ്. ஆமென். மகனே, உன்மேல் அசாதாரணமான மினிஸ்ட்ரி ഇന്നു வெளிப்படுகிறது. മുതൽ നീ ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങിയ இந்த நாளில் இருந்து நீ ஊழியங்களை செய்ய ഒരു ஆரம்பிக்கிறாய். അത്യന്ത ശക്തി നിന്റെ മേൽ ഇറങ്ങിയ உன்னதமான வல்லமை உன்மேல் നീ இறங்குகிறது. ഒരു പ്രവാചകനായി അറിയപ്പെടും. ஓ நீ ஒரு தீர்க்கதரிசியாக ஆமென் ആർക്കും அறியப்படுவாய். വെളിപ്പെടാത്തത് സ്വർഗം നിനക്ക് വെളിപ്പെടുത്തി തരും. யாருக்கும் வெளிப்படாததை பரலோகம் உனக்கு ഇന്നലെ വരെയുള്ള നിന്റെ അവസ്ഥ ഇവിടെ വിഷയമല്ല. ஆமென். இதுவரை உள்ள உன்னுடைய சூழ்நிலைகள் கர்த்தருக்கு ഇന്ന് விஷயம் നിന്റെ அல்ல. മേൽ ഇറങ്ങുന്ന ഈ അഭിഷേകം, ஓ இன்றைக்கு உன்மேல் இறங்குகிறதான் அபிஷேகம். ഇന്ന് നിന്റെ മേൽ ഇറങ്ങുന്ന ഈ anointing, இன்றைக்கு உன்மேல் இறங்குகிறதான் anointing. അത് നിന്റെ ലൈഫിനെ തിരിക്കാൻ പോകുകയാണ്. அதனுடைய வாழ்க்கை திரும்ப போகிறது. ഓ ഞങ്ങൾ കൈ വെക്കുമ്പോൾ நீ കൈ வைக்கும்போது ഒരു അഗ്നി anointing മകന്റെ മേൽ റിലീസ് ആകട്ടെ. ഓ, അവരെ കൈവച്ചോ, കൈവച്ചോ. ആ കുഞ്ഞ് അഭിഷേകം പ്രാപിക്കുക. ആമേൻ. ആ കുഞ്ഞ് മിനിസ്ട്രിയിലേക്ക് കയറുക. ஆமென். அந்த மகன் ആ കുഞ്ഞ് ஊழியத்திலே മിനിസ്ട്രിയിലേക്ക് കയറുക. ஓ அந்த மகன் ஊழியத்திலே ஏறுகிறார். Hallelujah, hallelujah, hallelujah. വലുതും മോനെ, ഇന്നലെ വരെയുള്ള ലൈഫ് ദൈവം നോക്കുന്നില്ല. இதுவரையுள்ள வாழ்க்கையை கர்த்தர் നീ பார்க்கவில்லை. വീണുപോയി, நீ விழுந்து നീ போன, പലതിനകത്തും തകർന്നു പോയി. நீ பலதுக்குள்ளேயும் சிக்கி എന്നാൽ போன. സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ஆனால் பரலோகம் உன்னை எழும்ப பண்ண സ്വർഗം வாஞ்சிக்கிறது. നിന്റെ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. பரலோகம் உன்னுடைய வாழ்க்கையை மாற்ற യേശു ஆரம்பிக்கிறது. നിന്നെ സ്നേഹിക്കുന്നു. இயேசு உன்னை நேசிக்கிறார். നിന്റെ ലൈഫിനെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ஓ உன்னுடைய வாழ்க்கையை திருப்புகிறதான ஒரு தெய்வ നീ பிரசன்னம். പലതിനകത്തും വീണുപോയി. ஆமென். நீ பலதுக்குள்ளே விழுந்து போன. കർത്താവേ, ആ ബന്ധനം ഈ മകനെ വിട്ട് അഴിയട്ടപ്പ. ஆமென். കർത്താവേ, அந்த கட்டு இந்த மகனை விட்டு അവൻ அவிழ்த்து. കൈവച്ച് അവൻ സ്വതന്ത്രമാകട്ടെ. ஆமென். மென் கை வைங்க. ஆமென். എല്ലാ രോഗബന്ധനത്തെ ഞാൻ അഴിക്കുന്നു. எல்லா நோயினுடைய கட்டுகளை എല്ലാ രോഗശക്തികളും അഴിയട്ടെ. எல்லா நோயினுடைய வல்லமைகள் அவிழட்டும். எல்லா கட்டுகளும் இந்த பிற்பகல் அவிழட்டும். We command deliverance in the mighty name of Jesus Christ. Deliverance நடக்கட்டும் இப்பொழுது. விடுதலை நடக்கட்டும். இயேசுவின் நாமத்தில் விடுதலை. இயேசுவின் நாமத்தில் விடுதலை. இயேசுவின் நாமத்தில் விடுதலை. எல்லா பலவிதருடைய கட்டுகள் இயேசுவின் நாமத்தில் we pray in the mighty name of Jesus Christ. Hallelujah, hallelujah, Jesus name. hallelujah, Jesus name. hallelujah, Jesus name. hallelujah, Jesus name. hallelujah. നിന്നെ സ്വർഗത്തിന് വേണം. உன்னை பரலோகத்துக்கு தேவை. പാപത്തിൽ വീഴാനല്ല യേശു രക്തം ചിന്തിയത്. பாவத்தில் நீ விழும்படியாக அல்ல இயேசு നീ ரத்தத்தை പിന്മാറി പോകാനല്ല യേശു രക്തം ചിന്തിയത്. பின்வாங்கி போகும்படியாக அல்ல இயேசுவானவர் ரத்தம் சிந்தினது. നിന്നെ കൊണ്ട് പട്ടണത്തിൽ വാഴ്ച നടത്തുവാൻ, ஓ உன் வழியாக பட்டணத்தை ஆளும்படிக்க, നിന്നെ ആള് മാറിയതുപോലെ മാറ്റാൻ. உன்னை ஆளு മാറുന്നത് പോലെ എത്ര പേർ மாற்றும்படிக்க. പറയും, അപ്പാ ഞാനുണ്ട് അങ്ങയുടെ അഭിഷേകത്തിൽ നിറയാൻ, ஆமென். எத்தனை பேர் சொல்வீங்க, அப்பா, അങ്ങയുടെ വിളിയിലേക്ക് കയറാൻ ഞാനുണ്ട്, அப்பா உம்முடைய அழைப்புக்கு ஏற இந்த பிற்பகல் நான் അങ്ങേക്ക് വേണ്ടി உண்டு. ജ്വലിക്കാൻ ഞാനുണ്ട്. அப்பா உமக்காக ஜொலிக்க இந்த பிற்பகல் நான் உண்டு. ഈ മകന്റെ മേൽ ഭയങ്കര ഒരു ദൈവ മഹത്വം കർത്താവ് പകരുന്നു. இந்த மகன் மேல் இந்த பிற்பகல் அசாதாரணமான ஒரு தேவ மகிமை கர்த்தர் கட்டவிருக்கிறார். തിരിക്കുന്ന ഒരു anointing. ஆமென். El Shaddai, Elohim, ഇരിക്കുന്നവർ ഇരുന്നു പോകും, ஆமென். உட்கார்ந்திருக்கிறவங்க அப்படியே உட்கார்ந்து എന്നാൽ விடுங்க. ശക്തി ധരിക്കുന്നവർ ஆனால் இந்த பிற்பகல் അവർ வல்லமை കഴുകനെ പോലെ, ஓ வல்லமை അവർ பெற்றுக்கொள்கிறவர்கள் കഴുകനെ പോലെ, கழுகுகளை போல, അവർ കഴുകനെ പോലെ, அவர் கழுகுகளை போல, അവർ പറന്നുയരും. ஓ அவர்கள் ஆமென் உயர பறப்பார்கள். രോഗബന്ധനങ്ങളെ സ്വർഗം എടുത്തു മാറ്റുന്ന ഞാൻ കാണുന്നു. ஆமென். நோயினுடைய கட்டுகளை பரலோகம் எடுத்து மாற்றுவதை பார்க்கிறோம். നിങ്ങളുടെ എഴുന്നേൽപ്പിന്റെ ദിവസമായത്. ஆமென். இன்றைக்கு உங்களுடைய எழும்புதலினுடைய நாள். ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇനി നിങ്ങൾ ജീവിക്കത്തില്ല. நேற்று வரைக்கும் வாழ்ந்தது போல் இந்த நாளில் இருந்து நீங்க வாழ மாட்டீங்க. ഇത് ഞാൻ പറയുമ്പോൾ
കർത്താവിൽ സമർപ്പിക്കുന്നവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ஆமென். இது நான் சொல்லும் போதே ஆவியானவருடைய கருத்தில் ஒப்பு கொடுக்கிறவர்களை வாழ்க்கையை குறித்து நான் சொல்கிறேன். ഇന്നലെ ചെയ്ത പാപം ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. நேற்று வரைக்கும் செய்த பாவத்தை இனி உன்னால செய்ய முடிவதில்லை. ഇന്നലെ വീണ അനർത്ഥത്തിനകത്ത് ഇനി നീ വീഴത്തില്ല. நேற்று வரைக்கும் நீங்க விழுந்த அந்த தீமைக்குள்ள தீங்குக்குள்ள இனி நீ இன்னைக்கு விழ மாட்ட. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണത്തില്ല. இன்று கண்ட எகிப்தியனை இனி நீ காண மாட்டாய். ഓ, ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് തുറന്നു കിടക്കുക. ஆமென். பயங்கர அட்மாஸ்பியர் இந்த நாளில் இந்த இடத்துல திறந்திருக்கு. ഈ അറ്റ്മോസ്ഫിയർ ഓവർഫ്ലോ ആകുന്നത് ഞാൻ കാണുന്നു. ஆமென். இந்த அட்மாஸ்பியர் ஓவர்ஃப்ளோ ஆவதை நான் பார்க்கிறேன். ഇത് നിന്റെ ഭവനത്തിനകത്തേക്കും ഇതേ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുന്നു. ஆமென். உன்னுடைய வீட்டுக்குள்ளும் இந்த பிற்பகல் இந்த பிரசன்னம் இறங்கும். നിന്റെ പട്ടണത്തിലും ഇതേ സാന്നിധ്യം ഇറങ്ങുന്നു. ஓ, உன்னுடைய பட்டணத்திலும் இதே பிரசன்னம் இறங்குகிறது. നിന്റെ മേൽ വീഴുന്നത് ആത്മമണ്ഡലം തിരിച്ചറിയുന്നത് ഞാൻ കാണുന്നു. ஆமென். உன்மேல் விழுவதை ஆவிக்குரிய மண்டலம் புரிந்து கொள்வதை நான் பார்க்கிறேன். ദൈവരാജ്യത്തിൽ ആര് പ്രയോജനപ്പെടും? தேவனுடைய ராஜ்யத்திலே யார் பிரயோஜனப்படுவார்? പ്രാപിക്കുന്നവൻ പ്രയോജനപ്പെടും. பெற்றுக்கொள்கிறவன் பிரயோஜனப்படுவார். പ്രാപിക്കാത്തവന് കൊടുക്കാൻ പറ്റത്തില്ല. பெற்றுக்கொள்ளாதவனுக்கு கொடுக்க முடிவதில்லை. കേൾക്കുന്നവന് പറയാൻ കഴിയും. கேட்கிறவனுக்கு சொல்ல முடியும். എന്ത് കേൾക്കുന്നോ അവന് മറ്റുള്ളൊരാളോട് ഞാൻ ഇത് കേട്ടു എന്ന് പറയാൻ പറ്റും. எதை கேட்கிறானோ அதை கேட்கிறது மற்றவர்களிடத்தில் சொல்ல முடியும். എന്നാൽ പ്രാപിക്കുന്നവന്, ஆனால் பெற்றுக்கொள்கிறவனுக்கு, പ്രാപിക്കുന്നവന് ஓ பெற்றுக்கொள்கிறவன், അവൻ പറയും സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ஓ அவன் சொல்வான் பொன்னோ வெள்ளியோ என்னிடத்தில் இல்ல. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. பொன்னோ வெள்ளியோ என்னிடத்தில் இல்ல. പക്ഷെ ഞാൻ പ്രാപിച്ചത് നിനക്ക് തരും. ஓ நான் பெற்றுக்கொண்டதை உனக்கு தருவேன். ഞാൻ പ്രാപിച്ചത് എനിക്ക് തരാൻ കഴിയും. பெற்றுக்கொண்டதை உனக்கு தர வேண்டும். ഇതാ പ്രാപിക്കുന്നവന്റെ പ്രത്യേകത. இதுதான் பெற்றுக்கொள்கிறவனுடைய ஸ்பெஷாலிட்டி. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അനിഷ്ടമായി തോന്നും. அது மற்றவர்களுக்கு கொஞ்சம் கஷ்டமா தெரியும். അത് അനിഷ്ടമായി തോന്നും. ஆமென். அது மற்றவங்களுக்கு ഓ, விருப்பப்படாத ഇവൻ விஷயம். ഇങ്ങനെയൊക്കെ കടന്ന് ഉരുളുവാണല്ലോ, ஐயோ இப்படி எல்லாம் ஆமென் விழுந்து கிடக்குறாங்க. ഇങ്ങനെയൊക്കെ കടന്ന് ചാടുവാണല്ലോ. ஐயோ இப்படி எல்லாம் குதிக்கிறாங்களே. പക്ഷെ അവന്റെ മേൽ വീഴുന്നത് ஆனால் அவன் மேல் விழுவது പൊന്നിനെ കാട്ടിലും பொன்னை பார்க்கிலும் വെള്ളിയെ കാട്ടിലും വീഴുന്നു. ஓ വീഴുന്നു. അത് വീഴുന്നു. ஓ அது யார் மீது അത് വീഴുന്നു. അത് വീഴുന്നു. ஓ அது അത് വീഴുന്നു. ஓ നിനക്ക് കൊടുക്കാൻ കഴിയുന്നത്, ஓ நால கொடுக்க முடிகிற നിനക്ക് சிலது, പകർന്നു കൊടുക്കാൻ കഴിയുന്നത് நால பகிர முடிகிற சிலது ஓ പൊന്നിനെ കാട്ടിലും பொன்னை பார்க்கிலும் വെള്ളിയെ കാട്ടിലും வெள்ளியை பார்க்கிலும் മഹത്തകരമായിട്ടൊന്ന് ஓ மகிமையானதொன்று അത് നിന്റെ മേൽ വീഴുകയാ. ஓ அது உன்மேல் விழுகிறது. നിന്റെ മേൽ വീഴുകയാ. ஓ உன்மேல் அது മോനെ, നീ ഒരു മൂളിപ്പാട്ട് പാടിയാലും ഇനി മഹത്വം ഇറങ്ങും. അമ്മേ അമ്മേ നീங்க മൂളിയൊരു പാട്ട് പാടുന്നാലും അത് മേൽ മഹിമ ഇറങ്ങും. തേജസ് വ്യാപരിക്കാൻ തുടങ്ങും. അമ്മേ മഹിമ செயல்பட ആരംഭിക്കും. മക്കളെ, ഇനി നിങ്ങളുടെ ശബ്ദം അത് മാനുഷിക ശബ്ദമായി ഇരിക്കത്തില്ല. பிள்ளைகளை இனி உங்களுடைய சத்தம் அது மானுஷிகமான சத்தமா നീ இருப்பதில்லை. ദൈവത്തിന്റെ നാവായി, நீ தேவனுடைய வாயாக, ദൈവത്തിന്റെ ശബ്ദമായി പുറപ്പെടും. தேவனுடைய சத்தமாக நீங்க புறப்படுவீங்க. You are the voice of God. ஓ நீங்கள் தேவனுடைய சத்தம். നിന്റെ മേൽ വീഴുന്നത് നീ നിസ്സാരമായി കാണരുത്. ஆமென். உன்மேல் விழுவதை அற்பமாக நீ எண்ணிக்கொள்ளாத. നിസ്സാരമായി കാണരുത്. ஓ நிசாரமாக நீ எண்ணாதே. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. Brother Tony Francis, Sister Ginu Tony,
இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.